അപ്പൊ നമ്മള് സോളിഡ് കണ്ടതാണ് പറഞ്ഞത്. അപ്പോ അതിന്റെ ജസ്റ്റ് പേരുകൾ എഴുതിയിട്ട് കാർബൺ സർഫസ് വോളിയം നമുക്ക് നോക്കാം. ക്യൂബോയിഡ് എന്ന് പറഞ്ഞാൽ 2x into L plus B. അതുപോലെ ടോട്ടൽ സർഫേസ് ഏരിയ ഓഫ് ക്യൂബോയിഡ് 2 into LB plus BH plus LH. വോളിയം LBH. ക്യൂബിന്റെ ലാറ്ററൽ സർഫേസ് ഏരിയ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4a² ആണ്. അതിന്റെ ടോട്ടൽ സർഫേസ് ഏരിയ എത്രയാണ്? 6a². വോളിയം a³. സ്ഫിയറിന്റെ കർവ്ഡ് സർഫേസ് ഏരിയയും ടോട്ടൽ സർഫേസ് ഏരിയ ഒന്ന് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ടോട്ടൽ സർഫേസ് ഏരിയ പഠിക്കാം. ദാറ്റ് ഈസ് 4πr². വോളിയം 4/3πr³. വോളിയം 4/3πr³. സോളിഡ് ഹെമിസ്ഫിയറിന്റെ മുകൾ ഭാഗം നമ്മൾ എന്ത് ചെയ്തിരിക്കും? നമ്മളിങ്ങനെ അല്ലെ കവർ ചെയ്തിട്ട് വരുന്നത് അങ്ങനത്തെ ഷേപ്പിലുള്ള സാധനങ്ങൾ. അത് എന്താണ് അതിന്റെ വരുന്നത്? സോളിഡ് ഹെമിസ്ഫിയറിന്റെ കർവ്ഡ് സർഫേസ് ഏരിയ 2πr². ടോട്ടൽ സർഫേസ് ഏരിയ 3πr². വോളിയം 2/3πr³. ഹോളോ ഹെമിസ്ഫിയറിന്റെ 2πr² തന്നെയാണ്. ടോട്ടൽ സർഫേസ് ഏരിയയും 2πr² തന്നെയാണ്. വോളിയം 2/3πr³. ഹോളോ എന്ന് പറഞ്ഞാൽ മുകൾ ഭാഗത്തുള്ള സർക്കിൾ ഉണ്ടാവില്ല, മുകൾ ഭാഗം ഓപ്പൺ ആയിരിക്കും. അതാണ് ഹോളോ ഹെമിസ്ഫിയർ. കേട്ടോ? റൈറ്റ് സർക്കുലർ സിലിണ്ടറിന്റെ കർവ്ഡ് സർഫേസ് ഏരിയ എത്രയാണ്? 2πrh അല്ലേ? ടോട്ടൽ സർഫേസ് ഏരിയ എത്ര വരിക? 2πr into r plus h. വോളിയം πr²h. നെക്സ്റ്റ് റൈറ്റ് സർക്കുലർ കോണിന്റെ കർവ്ഡ് സർഫേസ് ഏരിയ πrl. ഓക്കെ. ടോട്ടൽ സർഫേസ് ഏരിയ 2πr into r plus l. ആ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. 2 ഇല്ല. πr into r plus l. വോളിയം 1/3. നിങ്ങൾക്കൊന്നോ ഇത് പറയാം. 1/3πr²h. 1/3πr²h. വെരി ഗുഡ്. ഇക്വേഷൻസ് എല്ലാം ക്ലിയർ അല്ലേ? ഇതൊക്കെ അറിയണ ഇക്വേഷൻസ് തന്നെയാണ്. ക്ലിയർ അല്ലേ മക്കളെ? ഇത് പറ. ഒരു ഡൗട്ട്. മിസ്റ്റേക്ക് ഉണ്ടോ? അതല്ല, ഈ ഹോളോ ഹെമിസ്ഫിയർ ഇല്ലേ, അതിന്റെ ടോട്ടൽ സർഫേസ് ഏരിയ വരുമ്പോ ആ പുറത്തെ അകത്തേം വരത്തില്ലേ? ഇല്ല, ഉള്ളിലത്തെ സർഫേസ് ഏരിയ നമ്മൾ എടുക്കൂല. അതെടുക്കൂല മോളെ. എന്താ പറയുക? അങ്ങനെയാണ് ചിന്തിച്ചെങ്കിൽ ഭയങ്കര പ്രശ്നമല്ലേ? നമ്മളൊരു ക്യൂബോർഡ് എടുക്കുക, ക്യൂബോർഡ് ഉൾഭാഗം കവർ ചെയ്യണം, അങ്ങനെയൊക്കെ വരൂല്ലേ ഉള്ളിൽ. നമ്മളെപ്പോഴും സർഫസ് മാത്രം എടുക്കുള്ളൂ കേട്ടോ, ഉള്ളിലും എടുക്കൂല. ഉള്ളിലത്തത് അത് ക്വസ്റ്റ്യൻ അനുസരിച്ച് മാറും. അപ്പൊ ഉള്ളിലും കൂടെ പെയിന്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ ഉള്ളിലത്തും കൂടെ എടുക്കും, അത്രേ ഉള്ളൂ. പുറത്തെ സർഫസ് മാത്രം എടുക്കുള്ളൂ. അത് നോർമലി അതായത് ചെയ്യാം കേട്ടോ. അതിന്റെ ഉള്ളിലൂടെ ഇപ്പൊ പെയിന്റ് ചെയ്യണം എന്നൊക്കെ പറയുകയാണെങ്കിൽ അതിന്റെ ഉള്ളിൽ കൂടെ കൗണ്ട് ചെയ്ത് 2πr² പ്ലസ് അത് തന്നെ വരും. ഉള്ളിൽ 2πr² തന്നെ വരും. 4πr² ആവുന്നത് ഒരു പെയിന്റ് ചെയ്യുമ്പോഴത്തേക്കും മനസ്സിലായോ? പുറത്ത് അത്രേ തന്നെ ഉള്ളിലും ഉണ്ടല്ലോ.
അല്ലെ? ഒരു ജസ്റ്റ് ഒരു ചിരട്ട അല്ലെ? അതൊക്കെയാണ് ഒരു എക്സാമ്പിൾ ആയിട്ടുള്ളത്. അപ്പൊ അത് പെയിന്റ് ചെയ്യണമെങ്കിൽ പുറത്തും പെയിന്റ് ചെയ്യണം, ഉള്ളിൽ പെയിന്റ് ചെയ്യണം. നമ്മൾ ഒരു പുറത്തുള്ള ഒരു ഏരിയ എന്നുള്ള കാര്യത്തിലാണ് തൽക്കാലം എടുത്തുള്ളത്. ഉള്ളിലും കൂടെ അങ്ങനെ വരുന്ന സിറ്റുവേഷൻസ് നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ഇവിടെ എടുക്കണം. ക്വസ്റ്റ്യൻസ് മാറ്റം വരും. സത്യത്തിൽ ഇതിൽ ഏറ്റവും എനിക്ക് തോന്നിയിട്ടുള്ളത് സർഫസ് ഏരിയയും വോളിയം കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും സർഫസ് ഏരിയ ആണ് നമുക്ക് കുറച്ചും കൂടെ നമുക്ക് ഇങ്ങനൊരു ഇതാണ് നമുക്ക് ആലോചിക്കേണ്ടത്. വോളിയത്തിൽ അങ്ങനെ ആലോചിക്കേണ്ട കാര്യമില്ല. 2 ഫിഗർ കൂട്ടുകയാണെങ്കിൽ വോളിയം കൂട്ടും, വോളിയം ആഡ് ചെയ്യാം അല്ലെ? എത്ര ഫിഗർ വന്നാലും കുഴപ്പമില്ല, വോളിയംസ് ആഡ് ചെയ്ത് പോയാൽ മതി. പക്ഷെ സർഫസ് ഏരിയകൾ അങ്ങനെയല്ല. ഫിഗറുകൾ ആഡ് ചെയ്യുന്ന സമയത്ത് സർഫസ് ഏരിയകൾ ആഡ് ചെയ്യാൻ പറ്റില്ല. അത് നമ്മുടെ ലോജിക്ക് അനുസരിച്ച് തന്നെ ചെയ്യണം. സർഫസ് ഏരിയ ആണ് അതിന്റെ കുറച്ച് ആലോചിച്ച് ചെയ്യേണ്ടത്. വോളിയംസ് ഒരിക്കലും അങ്ങനെയല്ല. ഒരു ക്യൂബിന്റെ മേലെ വേറെ ഒരു സ്ഫിയർ കൊണ്ട് 2 വോളിയം കൂടെ ആഡ് ചെയ്താൽ മതി. പക്ഷെ അതുപോലെയല്ല എന്ത് വരുന്നുണ്ടാവുക? സർഫസ് ഏരിയ വരിക. സർഫസ് ഏരിയയിൽ അവിടെ മാറ്റങ്ങൾ സംഭവിക്കുന്നതാണ്. അത് നമുക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. അതുകൊണ്ടാണ് സർഫസ് ഏരിയ ഒരു ടോപ്പിക് നമുക്ക് എടുക്കാനുള്ള തന്നെ കാരണം ഉള്ളത്. വോളിയംസും അതുപോലെ കൺവേർഷനും ഒക്കെ നെക്സ്റ്റ് ക്ലാസ്സിലാണ് നമ്മൾ നോക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് പ്രോബ്ലംസ് തുടങ്ങാം. എല്ലാവരും മെറ്റീരിയൽ എടുത്തോളൂ. Pi RL is equal to root of pi r square. ഇത് ഇവിടെ L വേണേ മാറ്റാം കേട്ടോ. എല്ലിന്റെ ഇക്വേഷൻ അറിയാലോ. സ്ലാന്റ് L വെച്ചാൽ എന്താ? സ്ലാന്റ് ആയിട്ട് എന്താ ടേംസ് അറിയാലോ അല്ലെ? ഞാൻ പിന്നെ ആ ടേംസിലേക്ക് ഞാൻ പോയില്ല. അപ്പൊ A എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആദ്യത്തിൽ L വെച്ചാൽ ലെങ്ത്, B ബ്രെഡ്ത്ത്, H ഹൈറ്റ്. ശരിക്കും നമ്മുടെ ഇക്വേഷൻസ് എഴുതുമ്പോൾ ഉണ്ടല്ലോ, നമ്മളൊരു അത് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഇതിന്റെ ഒരു ഇക്വേഷൻ എഴുതുമ്പോൾ നമുക്ക് ഒരു കാരണവശാലും ആദ്യമേ തന്നെ എന്താണ് അവിടെ പൈ ആർ സ്ക്വയർ എക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ ആരാണ്, റേഡിയസ് ആണ്, H ഹൈറ്റ് ആണ് കൃത്യമായി സ്പെസിഫൈ ചെയ്യണം കേട്ടോ. മാത്സ് അങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ട്. നമ്മൾ ഇതിന്റെ ഇക്വേഷൻസ് എഴുതുമ്പോൾ അവിടെ ആരാണ്, അതാണ് ഒരു പെർഫെക്റ്റ് ആൻസറിന്റെ ഒരു മെത്തേഡ്. ഓക്കെ, അല്ലാതെ ഇപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ് വോളിയം ഓഫ് ക്യൂബ്, ഉടനടി A ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല. അവിടെ പറയാ if A is the edge length of the cube then volume is equal to A cube എന്ന് പറയുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഒരു പെർഫെക്റ്റ് ആൻസർ ആയിട്ട് മാറുന്നത്. മറ്റൊരു മാർക്ക് കിട്ടുമായിരിക്കാം, പക്ഷെ നമ്മൾ ഒരു പെർഫെക്റ്റ് ആക്കാൻ എപ്പോഴും ശ്രമിക്കുക. അപ്പോഴായിരിക്കും നമുക്ക് കുറച്ചും കൂടെ ഒക്കെ ബെറ്റർ ആയിട്ട് മാർക്കുകൾ ഇങ്ങനെ വീഴുള്ളൂ. പക്ഷെ ടൈം അനുസരിച്ച് പ്രാക്ടീസ് ചെയ്യാൻ പഠിക്കണം കേട്ടോ. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് എന്താ നോക്കാം. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? എല്ലാവരും വായിച്ച ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്നുള്ളത്? എക്സാം ക്വസ്റ്റ്യൻസിന് ഡൗട്ട് ഉണ്ടെന്ന് നിങ്ങൾ ആദ്യം നിങ്ങൾ മറ്റെന്ത് ചെയ്യുക, ഞാൻ അന്ന് അയച്ച മെറ്റീരിയൽ തന്നെ നോക്കുക. അതിലുണ്ട് ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻ നമ്പറുകൾ വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. അത്രയും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ശരിക്കും മെറ്റീരിയൽ ഫുൾ നോക്കി കഴിഞ്ഞാൽ കിട്ടും. നോക്കിയിട്ട് നിങ്ങളോട് പരമാവധി മെറ്റീരിയൽസ് ഒക്കെ നോക്കിപ്പിക്കാനാണ് നോക്കുന്നത്. കാരണം അതിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ട് മക്കളെ. പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കുന്ന ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് നോക്കാൻ പറഞ്ഞത്. ഓൾറെഡി കുറച്ച് കുട്ടികളൊക്കെ ഓൾറെഡി മുമ്പേ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. വളരെ നല്ല കാര്യം. നമുക്ക് എവിടെ നിന്നൊക്കെ മെറ്റീരിയൽ കിട്ടുന്നു അത്രയും മെറ്റീരിയൽ കളക്ട് ചെയ്യാം. എവിടെ നിന്നൊക്കെ കിട്ടുന്നു അത്രയും. ഇപ്പത്തെ ഒരു പുസ്തകമൊന്നും പൈസ കൊടുത്ത് വാങ്ങണമെന്നില്ല. ഓൺലൈനിൽ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. നമുക്കൊക്കെ ചിലപ്പോൾ അത് ഒരു ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ആവശ്യം ഉണ്ടാവില്ല അല്ലെ? അപ്പൊ നമുക്ക് വെറുതെ പൈസ കൊടുത്ത് വാങ്ങണമെങ്കിൽ ഭേദം ഇത് ഓൺലൈനിലുള്ള സാധനങ്ങൾ ഒരുപാടുണ്ട്. അതൊക്കെ ചെയ്യാം. എവിടെ നിന്നൊക്കെ കിട്ടുന്നു അവിടെ നിന്നൊക്കെ പൈസ കൊടുത്തൊന്നും വാങ്ങണ്ട. അത് വെറുതെ കഷ്ടമാണ്. നമുക്ക് ഇഷ്ടം പോലെ സാധനം അവൈലബിൾ ആണ്. മനസ്സിലായോ? അപ്പൊ അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വലിയ ഗുണം ഉണ്ടാവും. 10 ക്വസ്റ്റ്യൻ അയക്കാൻ പറഞ്ഞിട്ട് ചെയ്യാതെ മടി പിടിച്ചിരിക്കുന്ന ആൾക്കാരോട് ഒന്നും പറഞ്ഞ കാര്യമില്ലെന്ന് അറിയാം. ആ കുട്ടികളിൽ എന്തൊക്കെ റീസൺ ഉണ്ടായെന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്ന കാര്യം 10 ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. ചിലപ്പോ അത്രയും റീസണുള്ള കുട്ടികൾ ഉണ്ടാവും കേട്ടോ. നമ്മൾ അത്രയും റീസണില്ലാത്ത കുട്ടികൾ ഉണ്ടാവാം ചിലപ്പോ. പക്ഷെ നിങ്ങളൊന്ന് സ്വയം ആലോചിച്ചിട്ട് എക്സ്ക്യൂസസ് പറയും. എന്നോട് ചെയ്യാൻ പറ്റുമായിരുന്നില്ലേ എന്നൊന്ന് സ്വയം ഉള്ളിലേക്ക് ചോദിച്ചാൽ മതി. എന്നിട്ട് മടി കാണിച്ചല്ലേ നമ്മള് ഉള്ളിനുള്ളിലോട് നമ്മൾ ഇങ്ങനെ ഒന്ന് ചോദിച്ചു നോക്കാം, എനിക്ക് ചെയ്യാൻ പറ്റുമായിരുന്നല്ലോ എന്ന്. ഓക്കെ, എന്താണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ പറയണത്? ലാസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ, 18th ക്വസ്റ്റ്യൻ. The internal and external diameters of a hollow hemispherical vessel are 16 cm and 12 cm respectively. If the cost of painting 1 cm square or of this surface area is ₹5, find the total cost of the painting the vessel all over. എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇരിക്കുന്നത്? കറക്റ്റ് നമ്മുടെ നാളികേരത്തിന്റെ കണ്ടില്ലേ, നാളികേരം ചെരുക്കുന്നതിനേക്കാൾ മുമ്പ്. അതായത്
കാരണം രണ്ട് ഇതായതുകൊണ്ടാണ്, രണ്ട് റേഡിയസ് ആയതുകൊണ്ടാണ്. എങ്ങനെയാ ഉണ്ടാവുന്നത്? ഒരു ഐഡിയ എങ്ങനെ ഉണ്ടാവും? ഞാൻ വരക്കത്ര എടുക്കലല്ല, എന്നാലും ജസ്റ്റ് ഒന്ന് ഐഡിയ വെച്ച് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നിങ്ങളെ ഭയങ്കരമായിട്ട് വരക്കുന്ന എനിക്ക് അറിയാം. ഒരു ഹെമിസ്ഫിയറിക്കൽ ഷേപ്പ് അല്ലേ, ഉള്ളിലിങ്ങനെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഉൾഭാഗത്തുള്ള നമുക്ക് കാണാൻ സാധിക്കില്ല, ഒരു ഡോട്ടർ ലൈൻസ് അല്ലേ, അത് ഇങ്ങനെ ഇതിലുണ്ടാവും. അപ്പൊ എനിക്ക് എന്ത് ചെയ്യണം? എനിക്ക് ഇവിടെ പെയിന്റ് ചെയ്യണം. പെയിന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എങ്ങനെയാണ് പെയിന്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം വ്യക്തം മനസ്സിലാക്കാം. എനിക്ക് എന്ത് ചെയ്യണം? ഈ ടോട്ടൽ അല്ലെ, ഈ പുറംഭാഗം ഫുൾ എന്ത് ചെയ്യണം? പെയിന്റ് ചെയ്യണം. അങ്ങനെയല്ല മനസ്സിലാക്കുന്നത്. ഈ ഒരു കറവയുടെ സർഫസ് ഏരിയ പെയിന്റ് ചെയ്യേണ്ടി വരും. പിന്നെ എന്ത് ചെയ്യണം? ഫുൾ പെയിന്റ് ചെയ്യാണല്ലോ അങ്ങനെ പറയുന്നത്. പിന്നെ എവിടെ പെയിന്റ് ചെയ്യണത്? മൊത്തം പെയിന്റ് ചെയ്യണം കേട്ടോ. ഒരു പാത്രമാണല്ലോ, വെസലാണ്. അപ്പൊ എന്ത് ചെയ്യണം? എനിക്ക് ഈ ഒരു പൊസിഷൻസ് പെയിന്റ് ചെയ്യണം. പിന്നെയോ ഉൾഭാഗവും പെയിന്റ് ചെയ്യണം. അതിന്റെ ഉൾഭാഗം എന്ത് ചെയ്യണം? എനിക്ക് പെയിന്റ് ചെയ്യണം അല്ലെ. അപ്പൊ എന്തൊക്കെയാണ് ഇവിടെ വരുന്നത്? സർഫസ് ഏരിയ നമുക്ക് എടുക്കുമ്പോഴത്തേക്ക് ആരൊക്കെ വരും? നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ചെറിയതിന്റെ റേഡിയസിനെ സ്മോൾ ആയിട്ടും വലിയതിന്റെ റേഡിയസിനെ ക്യാപിറ്റൽ ആറായിട്ട് ആദ്യം എടുക്കാം. ഇക്വേഷൻ ഏതാണല്ലോ, അതിന് വേണ്ടിയിട്ട് അങ്ങനെ എടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ ചെയ്യാവുന്നത് ചെറിയ റേഡിയസ് എത്രയാണ്? 12 സെന്റിമീറ്ററും അതുപോലെ വലിയ റേഡിയസ് 16 സെന്റിമീറ്റർ ആയിട്ട് എടുക്കും. Then അവിടെ സർഫസ് ഏരിയ കാണാനായിട്ട്, ടോട്ടൽ സർഫസ് ഏരിയ കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? എന്താണ് ചെയ്യേണ്ടത്? കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ അല്ലെ. അത് ഫസ്റ്റ് ഇതിന്റെ കർവ്ഡ് സർഫസ് ഏരിയ ലാർജ് ഹെമിസ്ഫിയർ plus curved surface area of smaller hemisphere, larger, smaller. നിങ്ങൾ ആലോചിച്ച് നോക്കുക അല്ലെ, ആ ഒരു പാത്രം നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ, ഒരു പാത്രം എടുക്കുകയാണ്, നമുക്ക് എന്ത് ചെയ്യണം? പുറഭാഗവും നമ്മൾ എന്ത് ചെയ്യണം? പെയിന്റ് ചെയ്യണം. ഉൾഭാഗത്തും നമുക്ക് എന്ത് ചെയ്യണം? പെയിന്റ് ചെയ്യണം. ഓക്കെ, 6 ഡയാമീറ്റർ ആണോ? യെസ്, ഓക്കെ ഫൈൻ. അപ്പൊ ഇത് റേഡിയസ് 12/2, that is 6 സെന്റിമീറ്റർ 8 സെന്റിമീറ്റർ ശ്രദ്ധിച്ചില്ല കേട്ടോ, അതൊന്നും നോക്കണേ. അത് പ്ലസ് എന്ത് വരണം? പ്ലസ് എന്താ വരിക? ഇനി എവിടെയും കൂടെ പെയിന്റ് ചെയ്യണം മക്കളെ. മേൽഭാഗത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ ഒരു സർക്കിളുകൾ ഉണ്ട്, 2 സർക്കിൾ അല്ലേ. അതിന് മേൽഭാഗം നോക്കിയില്ലേ കാണാം, ക്രോസ് സെക്ഷൻ നോക്കിക്കഴിഞ്ഞാല്. അപ്പൊ ഈ ഭാഗവും പെയിന്റ് ചെയ്യണം. അപ്പൊ വലിയ സർക്കിളിന്റെ അകത്തുനിന്ന് ആര് കുറക്കണം? ചെറിയ സർക്കിളിന്റെ ഏരിയ കുറക്കണം. അപ്പൊ എന്താ വരും അവിടെ? 5 ഇഞ്ച് അല്ലേ. അത് വലിയ സർക്കിളിന്റെ ഏരിയ മൈനസ് ചെറുത്. അപ്പൊ അതിന്റെ ഇക്വേഷൻസ് ഇത് മനസ്സിലാക്കാം. ആ ഒരു റിംഗ് പോലെയുള്ള ഷേപ്പ് കേട്ടോ. ഓക്കെ, ഏരിയ ഓഫ് റിംഗ്, ഏരിയ ഓഫ് സർക്കുലർ റിംഗ്. സോ എങ്ങനെ വരും? അതിന്റെ ഇക്വേഷൻ ഇത് വരും. ഫസ്റ്റ് 2π ക്യാപിറ്റൽ R സ്ക്വയർ പ്ലസ് 2π സ്മോൾ ലെറ്റർ R സ്ക്വയർ പ്ലസ് സർക്കുലർ റിംഗിന്റെ ഏരിയ പറഞ്ഞു കഴിഞ്ഞാൽ പൈ ആർ അല്ലേ. പൈ ഇൻടു ക്യാപിറ്റൽ R സ്ക്വയർ മൈനസ് സ്മോൾ ലെറ്റർ R സ്ക്വയർ. എന്തുകൊണ്ടാണ് വരാൻ കാരണം? ചെറുതിന് R ആണ്, വലുതിന്റെ ക്യാപിറ്റൽ R. അപ്പൊ വലുതിന്റെ ഏരിയ ക്യാപിറ്റൽ പൈ R സ്ക്വയർ, ചെറുതിന് സ്മോൾ ലെറ്റർ പൈ R സ്ക്വയർ അല്ലേ. സോ പൈ ഇൻടു സ്മോൾ ലെറ്റർ R സ്ക്വയർ. സോ പൈ പറഞ്ഞു ക്യാപിറ്റൽ R സ്ക്വയർ മൈനസ് സ്മോൾ ലെറ്റർ R. സോ വാല്യൂ എല്ലാവരും പൈ കോമൺ ആണ്, പൈ പുറത്തേക്ക് എടുക്കാം. അപ്പൊ എന്ത് വരും എന്നുള്ളത് നോക്കിയാൽ മതി കേട്ടോ. 2R സ്ക്വയർ പ്ലസ് 2R സ്ക്വയർ പ്ലസ് R സ്ക്വയർ മൈനസ് R സ്ക്വയർ. അപ്പൊ 3R സ്ക്വയർ പ്ലസ് R സ്ക്വയർ R8 സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ.
സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം കേട്ടോ. പൈ 3.14 ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇത് ടോട്ടൽ സർഫസ് ഏരിയ ആണ്. ഇനി അതിനെ കോസ്റ്റ് ഉണ്ട് അല്ലെ, 5 rupees കോസ്റ്റ് ഉണ്ട്. തനിയെ ചെയ്യൂട്ടോ. 579.60. അത് ശരിയാണ്. ഷാലിൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായി, പിന്നെ ജിഗ്ഗി ഇപ്പൊ പറയുന്നു തോന്നുന്നു. കറക്റ്റ് ആണ്. അവിടെ കൊടുത്തിട്ടുണ്ട് ഷാലിൻ പെൻസി ആദ്യം പറഞ്ഞു. ഷാലിൻ ക്യാമറ ഓൺ ചെയ്യാറുണ്ടോ മുമ്പത്തെ ക്ലാസ്സുകളിലൊക്കെ? ഷാലിൻ എന്നുള്ള വ്യക്തിയെ ഞാനിപ്പോ ആദ്യമായിട്ട് അതിൽ കാണുന്നത് കേട്ടോ. ഇങ്ങനെ വ്യക്തിയുടെ ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് എനിക്ക് മെസ്സേജ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ആഴ്ച അങ്ങനെയല്ലേ അയച്ച ആദ്യമായിട്ട് അസൈൻമെന്റ് സാധനങ്ങളൊക്കെ എനിക്ക് ആദ്യമായിട്ട് എനിക്ക് മെസ്സേജ് ഞാൻ അടുത്താണ് ഇപ്പൊ അടുത്ത ഈ പേജ്. പിന്നെ മടിയായി. എന്ത് വന്നു അപ്പൊ ഉത്തരം എത്ര വന്നു? ഇത് 220 ആയിട്ടില്ലേ? 715.92. The cost 715.92 into 5. 3579.6 rupees. So the cost പകർത്തിട്ടാ നാളില്ലാതെ പകർത്ത്. തനിയെ ചെയ്യൂട്ടോ, തനിയെ ചെയ്യൂ, സമയമുണ്ട്. ചെയ്ത് കഴിഞ്ഞോ? എല്ലാവരും കഴിഞ്ഞോ? കഴിയാത്തവരാരെയുണ്ടെങ്കിൽ നോന്നിട്ട് വെയിറ്റ് ചെയ്യാം. ഇട്ടോ ഇതിപ്പോ അത് എന്നെല്ലാരും കഴിഞ്ഞു ഞാൻ വിചാരിക്കട്ടെ. എല്ലാരും കഴിഞ്ഞു അല്ലേ? ഓക്കെ. സോ നെക്സ്റ്റിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കും എല്ലാവരും. A solid in the form of a cylinder with a hemispherical end. The total height of the solid. ഇത് നമുക്ക് വോളിയത്തിന്റെ പോർഷൻ കൂടി ഉണ്ട് കേട്ടോ. നമുക്ക് കൺവേർഷൻ ആണ് നെക്സ്റ്റ് ഡേക്ക് മാറ്റിവെച്ചുള്ളത്. കൺവേർഷൻ ഫ്രം വൺ സോളിഡ് ടു നെക്സ്റ്റ്. ഇപ്പൊ നമുക്ക് സർഫസിലെ വോളിയംസും ആ സിമ്പിൾ ടോപ്പിക്സ് വെച്ച് പോകാം. അതായത് ആ ക്വസ്റ്റ്യൻ വായിച്ചൊക്കെ എന്താ പറഞ്ഞേക്കണേ? A solid is in the form of a cylinder with a hemispherical end. The total height of the solid is 20 centimeter and the diameter of the cylinder is 7 centimeter. Find the total volume of the solid.
ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ അല്ലേ? Cylinder with a hemispherical end. The total height of the solid is 20 centimeter. And the diameter of the cylinder is 7 centimeter. Diameter 7 ആണ്. So the diameter the 7. So നമ്മൾ ഇവിടെ നിന്ന് എന്ത് കണ്ടെത്തണം? അതിന്റെ വോളിയം കാണണം. വോളിയം കാണാൻ സുഖമാണ് ഇവിടെ. അതിന് മുമ്പായിട്ട് റേഡിയസ് ആദ്യം ഓരോ സ്ഫിയർ എടുക്കാം. ഹെവി സ്ഫിയർ എടുക്കാം. ഹെവി സ്ഫിയറിനെ സംബന്ധിച്ചോളം റേഡിയസ് R ഇങ്ങനെ എഴുതാനായിട്ട് കേട്ടോ. 7/2 അത്രയും സെന്റിമീറ്റർ ആണ്. ഓക്കെ then സിലിണ്ടറിന്റെ റേഡിയസ് it's also 7/2 centimeter ആണ്. So height h total ഈ ഒരു ഫിഗർ ഉണ്ട്. ടോട്ടൽ the solid height 20 ആണ്. A solid is in the form of a cylinder with a hemispherical end. അതെ ഇതിൽ ശരിക്കും ഫിഗറില് എന്റെ ആൻസർ ഉണ്ടായിരുന്നത് അതിന്റെ ഒരു ടൈപ്പിൽ രണ്ട് സൈഡ് കൊടുത്തിട്ടുള്ള കേട്ടോ ഉണ്ടായിരുന്നത്. എൻഡ് ശരിക്കും അത് എൻഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും നോട്ട് ചെയ്യണത് കേട്ടോ. ഞാൻ അത് ഇപ്പൊ ശ്രദ്ധിച്ചില്ല. അത് പറഞ്ഞാൽ നന്നായി പോണം. ആരെ പറഞ്ഞ സോനയാണ് അത് നല്ലതായി. അത് ശരിക്കും എൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെമിസ്ഫെറിക്കൽ എൻഡ്. എൻഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് ഒരു സൈഡ് എടുക്കാൻ പാടുള്ളൂ. പക്ഷെ അതിന്റെ ആൻസർ കീയിൽ ഉണ്ടായിരുന്നത് വെച്ചാൽ രണ്ട് എൻഡുകൾ ഉണ്ടായിരുന്നു കേട്ടോ. അത് മിക്കവാറും അത് എൻഡ്സ് എന്നുള്ളത് വിട്ടുപോയതായിരിക്കും എന്റെ അടുത്തുനിന്ന് കേട്ടോ. അതായിരിക്കണം. അല്ല എൻഡ് എന്ന് വേണമെങ്കിൽ ഒരു എൻഡ് എടുത്താൽ മതി, കുഴപ്പമില്ല. ഓക്കെ എൻഡ്സ് എന്ന് പറയുമ്പോൾ രണ്ട് എൻഡ് എടുക്കണം കേട്ടോ. ഓക്കെ അപ്പൊ ഇവിടെ താങ്കൾ രണ്ട് ഇവിടെ എടുത്തിട്ട് എടുത്തോളൂ. 2 എൻഡ്സ് മാറ്റി മതി. ക്വസ്റ്റ്യൻ എൻഡ്സ് ആക്കിയാൽ മതി കേട്ടോ. ഹൈറ്റ് എത്ര വരും? 20 മൈനസ്, അതായത് ഇവിടെ ഒരു റേഡിയസ് ഉണ്ടല്ലോ. റേഡിയസ് എത്രയാണ്? 7/2 അല്ലേ? ഇവിടെ ഒരു 7/2 ഉണ്ടായിരുന്നു അല്ലെ റേഡിയസ്. അത് രണ്ടും കുറയ്ക്കാം. മീൻസ് 7/2 കുറയ്ക്കാൻ ആര് കുറയ്ക്കാൻ അർത്ഥം? 7 കുറയ്ക്കാനാണല്ലോ. സോ 20 മൈനസ് 7 അല്ലേ? ഇത് 2 7/2 കുറയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ ആര് കുറയ്ക്കുക? 7 കുറയ്ക്കുക. 13 അത്രയും സെന്റിമീറ്റർ. ഇനി വോളിയം ചോദിച്ചിരിക്കുന്നത്. വോളിയം കാണാത്ത സുഖമാണ്. വോളിയം ഓഫ് സോളിഡ് ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ പറയാം? 2 into volume of hemisphere plus volume of cylinder. So 2 into 2/3 അത് ഇക്വേഷൻ എഴുതണം കേട്ടോ. 5/5 നമുക്ക് ഇത് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ അല്ല. അതുകൊണ്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇല്ലല്ലോ. 2 into 2/3 πr³ plus 5r²h. So 4/3 into 22/7 5ന്റെ വാല്യൂ കണ്ടില്ല. 22/7 കാണുന്നുണ്ട്. r³ r 7/2 ആണല്ലോ. സോ 7/2 whole cube plus 22/7 into 7/2 all square into 30. എപ്പോഴും കോമൺ ആയ ആളുകൾ പുറത്തേക്ക് എടുത്ത് ചെയ്യാൻ ശ്രമിക്കാം. ദാറ്റ് ഈസ് ആരൊക്കെ കോമൺ ആണ്? 22/7 കോമൺ ആണ്. 7/2 ഓൾ സ്ക്വയർ കോമൺ ആണ്. അതായത് ക്യൂബ് ഉണ്ട്, ഇവിടെ സ്ക്വയർ ഉണ്ട്. അപ്പൊ രണ്ടാരും കോമൺ ആണ്. 7/2 ഓൾ സ്ക്വയർ കോമൺ ആണ്. പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കി ആരുണ്ടായിരിക്കും? ഇവിടെ 4/3 ഉണ്ട്, പിന്നെ ഒരു 7/2 കൂടി ഉണ്ട്. 7/2 ഒഴിക്കും, പിന്നെ ഒരു 7/2 പുറത്ത് കൊടുത്തു. ഇവിടെയോ ഒരു 13 ഉണ്ട് അല്ലെ? ബാക്കി സിംപ്ലിഫിക്കേഷൻസ് നിങ്ങൾ ചെയ്യാം. ഓക്കെ, ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ശ്രദ്ധിക്കുക. നമ്മുടെ പറഞ്ഞത് എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു സിലിണ്ടറിന്റെ ഹെമിസ്ഫിയറിക്കൽ എൻഡുള്ള ഒരു സോളിഡ് ആണ് അല്ലെ? അപ്പോ അതിലൊരു കാര്യമുണ്ട്, ക്വസ്റ്റ്യനിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. എൻഡ് എന്നേ ഉള്ളൂ, പക്ഷെ എൻഡ്സ് എന്നായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യണം. അപ്പൊ രണ്ട് എൻഡുകളായിട്ട് എടുക്കും. ടോട്ടൽ ഹൈറ്റ് എത്രയാണ്? 20 സെന്റിമീറ്റർ ആണ്. അത് ഡയാമീറ്റർ 7 സെന്റിമീറ്റർ. ഓക്കെ, സോ ഇതിന്റെ ഡയാമീറ്റർ 7 സെന്റിമീറ്റർ ആണെങ്കിൽ ഇതിന്റെ ഈ ഒരു നമ്മുടെ എന്താണ് ഹെമിസ്ഫിയറിന്റെ
സിലിണ്ടറിന്റെ രണ്ട് റേഡിയസ് ഒന്നാണല്ലോ അല്ലെ? ഈ റേഡിയസ് ഈ ആറ് എടുത്തു കഴിഞ്ഞാല് ഈ റേഡിയസ് തന്നെയാണ് ആർക്ക് വരുന്നത്? നമ്മുടെ ഹെമിസ്ഫിയറിനും അതുപോലെ തന്നെ സിലിണ്ടറിനും വരുന്നത്. ഓക്കെ, അപ്പോ ഡയാമീറ്റർ 7 ആയതുകൊണ്ട് തന്നെ റേഡിയസ് ആയിരിക്കും 7/2 ആണ് ആയിരിക്കും ഹെമിസ്ഫിയർ ഉണ്ടാവുക. The same radius for cylinder also. Okay, so the what is the height of the cylinder? The total height of the cylinder is given is 20 centimeter. Okay, clear? The total height is 20 centimeter, and these two hemispheres have the radius of 7/2 centimeter. Okay, so we have to subtract this 20 7/2 from this 20. അല്ലേ? അവിടെ ഇവിടെ രണ്ട് സൈഡിൽ രണ്ട് റേഡിയസ് ഉണ്ട്. രണ്ട് ചെയ്യണം, സബ്സ്ട്രാക്ട് ചെയ്യണം, എന്നാലാണ് ഇതിന്റെ ഹൈറ്റ് കിട്ടുള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം? 20 ആര് കുറയ്ക്കാം? We have to subtract these two radiuses from the total height of the solid. 20 രണ്ടെണ്ണം കുറയ്ക്കുമ്പോൾ വരും ഈ 2 കട്ട് ചെയ്ത് പോയി 20 - 7 13 ആണ്. So that is the height of the cylinder. Okay, height of the cylinder അല്ലേ? സിലിണ്ടറിന്റെ ഹൈറ്റ് സിലിണ്ടറിന് വെക്കണം നിർബന്ധമൊന്നുമില്ല അല്ലെ? ഈ പോർഷൻ ആണ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പൊ അത് ഇങ്ങനെ വെച്ചാൽ എന്ത് തന്നെയാണ്? ഇത് ഹൈറ്റ് ആണ്. ഓക്കെ, ക്ലിയർ ആണോ? അത് എത്ര വന്നു? 30 വന്നു. ഇനി ടോട്ടൽ വോളിയം ആണെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഹെമിസ്ഫിയറിന്റെ വോളിയം പ്ലസ് വോളിയം ഓഫ് ദി സിലിണ്ടർ. സോ ഇത് 2 into വോളിയം ഓഫ് ദി ഹെമിസ്ഫിയർ പ്ലസ് വോളിയം ഓഫ് ദി സിലിണ്ടർ. വോളിയം ഓഫ് ദി ഹെമിസ്ഫിയർ പറയാം 2/3 pi r cube ആണ്. So 2 into 2/3 pi r cube plus pi r square x. 2 into 2/3 is 4/3 ആണ്. Pi 22/7. R എത്രയാണ്? 7/2 ആണ്. 7/2 whole cube plus pi 22/7 ആണ്. R എത്രയാണ്? 7/2 ആണ്. Whole square into 13. കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുക, അതാണ് നല്ലത്. അങ്ങനെ ചെയ്യുമ്പോൾ കാൽക്കുലേഷൻ കുറച്ച് എളുപ്പമായിരിക്കും. So 22/7 into 7/2 whole square അത് നമ്മൾ പുറത്തേക്ക് എടുത്തു. ബാക്കി ഇവിടെ ആരുണ്ട്? 4/3 ഉണ്ട്. ഇവിടെ 7/2 whole cube ൽ 7/2 whole square പുറത്തു വന്നാൽ ബാക്കി ആരുണ്ടായിരിക്കും? 7/2 ഉണ്ടായിരിക്കും അല്ലെ? 22/7 7/2 whole square ആണ് പുറത്തു വന്നിരിക്കുന്നത്. സോ ബാക്കി ഒരു 4/3 7/2 ഇവിടെ ഉണ്ട്. പ്ലസ് ഇവിടെ 22/7 പുറത്തേക്ക് എടുത്തിട്ടുണ്ട്, 7/2 പുറത്തേക്ക് എടുത്തു, 7/2 whole square പുറത്തു വന്നിട്ടുണ്ട്. ബാക്കി ആരുടെ 13 ആണ് അവിടെ ഉള്ളത്. സോ അതാണ് അവിടെ വരുന്നത്. ക്ലിയർ ആണോ അനാൻ? ലാസ്റ്റ് ആൻസർ എത്ര കിട്ടിയെന്ന് പറയണം കേട്ടോ. ആ ശരിയാണ്. ഒരു എൻഡ് ചെയ്തോ? അത് കുഴപ്പമില്ല. അപ്പൊ എത്ര വരുന്നത്? ഒരു എൻഡ് വെച്ച് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ചെയ്യണവരങ്ങനെ ചെയ്തോളൂ. അപ്പൊ എത്ര വന്നേ? അതൊന്നുമില്ല, ഒരു ഇത് കൂടെ ഹെമിസ്ഫിയറിന്റെ കൂടെ അതുകൂടെ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. പിന്നെ വീട്ടിൽ നിന്ന് ചെയ്ത് ഒന്ന് നോക്കിയാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. റെഡി ആണോ? കഴിഞ്ഞോ മക്കളെ? നിങ്ങളെ ക്യാമറ ഓൺ ചെയ്താലാണ് എനിക്ക് എന്ത് ചെയ്യുള്ളൂ, എല്ലാവരും ഒന്ന് എന്താണ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള എനിക്ക് മനസ്സിലാവുള്ളൂ. ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എനിക്ക് അടുത്ത ക്വസ്റ്റ്യൻ പറയണ്ടേ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ തുടങ്ങാം നമുക്ക്.
തല ആട്ടു. കഴിഞ്ഞോ? തലയാട്ട് വെറുതെ ആട്ടിയ പോരാ, എല്ലാവരും തലയാട്ടുക. കഴിഞ്ഞിട്ടാണോ തലയാട്ടിയിരിക്കുന്നത്? തലയാട്ട് പറഞ്ഞത് എന്റെ തലയാട്ടി, എന്ത് തലയാട്ടാ പറഞ്ഞതെന്ന് പറഞ്ഞില്ലല്ലോ. കഴിഞ്ഞല്ലോ അല്ലെ? ശരി, ഓക്കെ. 16th question. ആരാണ് ആദ്യം ചെയ്ത് പറയാൻ നോക്കട്ടെ? കഴിഞ്ഞ 2020 ചോദിച്ചതാണ്, സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ എക്സാമിന്. ആരാണ് ആദ്യം ചെയ്യുന്നത്? ഓ വെരി ഗുഡ്. ഷാർലറ്റ് ടെൻസിയൊക്കെ വളരെ സ്പീഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് എത്ര ദിവസം ഒളിച്ചിരുന്നരുത് അല്ലേ? എവിടെ? എനിക്കറിയില്ലല്ലോ ഇങ്ങനെ ഒരാൾ അവിടെ ഉണ്ട് എന്നുള്ളത്, ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല, ഒളിച്ചിരിക്കുകയായിരുന്നു. ബാക്കി എന്റെ മക്കളൊക്കെ എവിടെ? ഷാർലറ്റ് ടെൻസി ഇന്ന് വന്നേ ഉള്ളൂ നമ്മുടെ അടുത്തേക്ക്. ബാക്കിയുള്ളവരൊക്കെ എവിടെ? എന്റെ മക്കളെ സ്ഥിരമായിട്ട് ചെയ്ത് മക്കളെ എവിടെ ചെയ്യുന്നില്ല. എവിടെ? ഇന്ദ്ര, സ്വര, ജിഗ്യ, ശ്രീ, അമാൻ, അനാൻ, ആദിൽ, അർഷ, വേഗം, അമാന ഒക്കെ വേഗം പറയൂ. അമീഷ ഒക്കെ എവിടെ? നിങ്ങൾ എല്ലാവരും എന്ത് പറയാത്ത? എന്റെ ഫ്രണ്ടിൽ ഇരിക്കാറുള്ള കുട്ടികളാണ് അവർക്ക്. അവര് എന്നും ക്യാമറ ഓൺ ചെയ്യണം. കാരണം മറ്റവർ ഇപ്പൊ നിർബന്ധമാക്കിയ ശേഷമാണ്. ആരാ? കേട്ടു. ഞാൻ കുറച്ചുപേരെ പേര് ഇങ്ങനെ വിളിച്ചൊന്നുമില്ല കേട്ടോ, എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നവരെ ബാക്കിയൊക്കെ ഉണ്ട്. പിന്നെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്ത ആൾക്കാരോട് പിന്നെ ഇന്ന് ഞാൻ മിണ്ടില്ല, അവരടുത്ത് ഞാൻ ഒരു പേര് വിളിക്കില്ല. ഞാൻ പറഞ്ഞനുസരിക്കാത്ത പേര് ഞാൻ വിളിക്കണം അല്ലേ? അവരായിട്ട് ഞാൻ മരിയൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടില്ലേ, മൈൻഡ് ചെയ്യണ്ട അവിടെ ഒന്നും അല്ലേ? അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാണ്ട് പറഞ്ഞിരിക്കാം. ഹൈഫൊക്കെ തിരി സ്നേഹം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞനുസരിക്കില്ലായിരുന്നോ? അതൊന്നുമില്ല. അതാണ് അവിടുത്തെ കാര്യം. ഓക്കെ. A solid is in the hemisphere, shape of a cone mounted on a hemisphere of same base radius. If the curved surface here, solid is the form of a shape of a cone mounted on a hemisphere. ഒരു ഹെമിസ്ഫിയറിന് മുകളിലായിട്ട് ഒരു കോൺ വെച്ചിട്ടുണ്ട്. ഓക്കെ. എന്താണ്? രണ്ട് റേഡിയസ് സെയിം ആണ് അല്ലെ? ഇതിന്റെ റേഡിയസും സെയിം ആണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? With the curved surface area of the hemispherical part and the conical part are equal, find the ratio of the radius and the height of the cone. ഡിസ്പ്ലേ കാര്യമാണ് ഇതിന്റെ x ആണ് അല്ലെ? സോ കർവ്ഡ് സർഫേസ് ഏരിയ നമുക്ക് എന്താണ്? നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. കർവ്ഡ് സർഫേസ് ഏരിയ എന്താണ്? സോറി, കർവ്ഡ് സർഫേസ് ഏരിയ πRL അല്ലേ വരുന്നത്? πRL ആണ് വരുന്നത്. ക്വസ്റ്റ്യൻ പറഞ്ഞാൽ എന്ത് കാണാനാണ്? ഹൈറ്റുമായി ബന്ധപ്പെട്ടാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ? ചോദിച്ചിരിക്കുന്ന ഹൈറ്റ് റിലേഷൻ ആണ്. സോ നമുക്ക് ആദ്യം ഇത് കാണണം. നമുക്കറിയാം L is equal to root of r square plus x square ആണ് അറിയാം. ഓക്കെ, അതാണ് L ന്റെ ഇക്വേഷൻ. തന്നിട്ടുള്ളത് എന്താണ് മക്കളെ? കർവ്ഡ് സർഫേസ് ഏരിയാസ് ഓഫ് ഹെമിസ്ഫെറിക്കൽ പാർട്ട് ഈസ് ഈക്വൽ ടു and the conical part അല്ലെ? Curved surface CSA of a cone is equal to CSA of a hemisphere. So the pi RL is equal to hemisphere വരുമ്പോൾ എത്ര വരിക? 2πr square അല്ലെ? 2πr square ആണ് വരുന്നത്. അങ്ങനെയല്ലേ വരുന്നത്? ഓക്കെ. സോ പൈ കട്ട് ചെയ്ത് പോയി, ഒരു ആറും കട്ട് ചെയ്ത് പോയിട്ടുണ്ട്. L is equal to നമുക്ക് റൂട്ട്, that means L is equal to 2r square എന്ന് പറഞ്ഞേ, 2r എന്ന് പറഞ്ഞേ. ഓക്കെ, L is equal to 2r. സോ L വെച്ചാൽ എന്താ നമുക്ക്? പക്ഷെ L മാറുന്ന റേഷ്യോ ആണെങ്കിൽ സുഖമായിരുന്നു അല്ലെ? L/R is equal to 2/1 ഇതായിരുന്നു അല്ലെ? L/R is equal to 2 എന്ന് വരും. അപ്പൊ 2:1 എന്ന് പറയാം. പക്ഷെ L മാറുന്ന റിലേഷൻ അല്ല ചോദിച്ചിരിക്കുന്നത്, ഹൈറ്റ് ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ r ഹൈറ്റിലേക്ക് മാറ്റാം. that is root of r square plus x square is equal to 2r. മനസ്സിലായോ മക്കളെ? എന്തായാലും കർവ്ഡ് സർഫേസ് ഏരിയ ഓഫ് കോൺ is equal to കർവ്ഡ് സർഫേസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ ആണ്. കർവ്ഡ് സർഫേസ് ഏരിയ ഓഫ് കോൺ, കോണിന്റെ ഇക്വേഷൻ എന്താ? πRL. കർവ്ഡ് സർഫേസ് ഏരിയ ഹെമിസ്ഫിയർ എത്ര വരുന്നത്? 2πr square. അപ്പൊ പൈ കട്ട് ചെയ്ത് പോയി, r കട്ട് ചെയ്ത് പോയി. സോ L is equal to എന്ത് വന്നു? 2r എന്ന് വന്നു. L is equal to root of r square plus x square ആണ്. നിങ്ങൾ ചെയ്ത് നോക്കണേ.
അപ്പൊ എന്താ പറഞ്ഞേ, ഇവിടെ നമുക്ക് 6 വെച്ചുള്ള റിലേഷൻ കാണണമെങ്കിൽ നമുക്ക് ഒരു കാര്യം ഉണ്ട്. എന്ത് ചെയ്യേണ്ടത്, രണ്ട് സൈഡ് റൂട്ട് ഉണ്ടല്ലോ, റൂട്ട് എഴുതുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താ, റൂട്ട് എഴുതുമ്പോൾ രണ്ട് സൈഡ് നമ്മൾ സ്ക്വയർ ചെയ്യും. നോർമലി എങ്ങനെയാണ് മാക്സിമം പൊതുവെ എല്ലാ സ്ഥലങ്ങളും ചെയ്യാറുള്ളത്. സോ സ്ക്വയറിംഗ് ഓൺ ബോത്ത് സൈഡ്. നമുക്ക് 6 വെച്ചുള്ള റിലേഷൻ ആണ് വേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, 6ന്റെ എക്സിനെ സെപ്പറേറ്റ് ചെയ്യണം. ഇവിടെ റൂട്ടിന്റെ റൂട്ട് തടസ്സമാണ്. ആ റൂട്ടിനെ നമ്മൾ ഒഴിവാക്കണമെങ്കിൽ സ്ക്വയർ ചെയ്യാം. അപ്പൊ എന്ത് മാറും, റൂട്ട് പോകും അല്ലേ, സ്ക്വയർ ചെയ്താല്. അപ്പൊ തന്നെ മാറും 2ന്റെ സ്ക്വയർ 4ഉം 6ന്റെ സ്ക്വയർ 6². ഇനി 6 വെച്ച് ഇവിടെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. അതിന് മുമ്പായിട്ട് നമ്മൾ ചോദിച്ചിരിക്കുന്നത് ആരുടെ റേഡിയസ് ആണ്, റേഷ്യോ ആണ്, റേഡിയസ് ആൻഡ് ഹൈറ്റ്. ഓക്കെ, അപ്പോ റേഡിയസ് അങ്ങോട്ട് എടുക്കാം അല്ലെ. x² എന്ത് വരും, 4r² മൈനസ് r². ദാറ്റ് ഈസ്, അപ്പൊ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്താ, നമുക്ക് റേഡിയസ് x² 3r² വരും അല്ലെ. ദാറ്റ് ഈസ് 3r² x². r² x² എന്തായിരിക്കും, അപ്പൊ 3 താഴേക്ക് എടുക്കാം അല്ലെ, 1/3. സോ r/x റേഷ്യോ കാണാനായിട്ട് റൂട്ട് എടുക്കാം അല്ലെ. r² h² അല്ലേ. സോ r/x ആണ് വേണ്ടത്. റേഷ്യോ r/x r/x. അപ്പൊ അത് റൂട്ട് എടുത്താൽ ഒരു 1/√3. So 1:√3. Alternance ഒക്കെ തരാം ആകാശെ, നീ കഴിയണവരെ വെയിറ്റ് ചെയ്യോ. ആ ആകാശ എവിടെ, ചോറിനാൻ പോവാറായ 7:30 തോന്നുന്നു. അപ്പൊ ആകാശത്തെ നേരെ ഫുഡ് അടിക്കാൻ പോവാറായെന്ന് തോന്നുന്നു. അറ്റൻഡൻസ് ഒക്കെ തന്നിട്ട് പോവാൻ വെച്ചിട്ടാ. എവിടെ ആകാശ, എവിടെ സുന്ദരപുരൻ എവിടെ, പോട്ടെ ഒളിച്ചിരിക്കുന്ന തോന്നുന്നു എവിടെയോ. ക്യാമറ ഒന്നും കാണാനില്ല ആകാശിന്. അവിടെ എവിടെ ഉണ്ട്, ഇവിടെ ക്യാമറ ഒക്കെ വെക്കാൻ പറഞ്ഞില്ലടാ. കുറച്ചിട്ട് ഇടാട്ടോ അറ്റൻഡൻസ്. ആകാശ കുഴപ്പമില്ലല്ലോ, ഈ ഉണ്ടാവില്ലേ ക്ലാസ് ചെയ്യണവരെ. ആ ഓക്കെ, ആകാശ മനസ്സമാനക്കേട് വേണ്ട, അത് എടുക്കണ്ട് ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ. ഇത് റെഡിയാണോ ആകാശ, ചെയ്ത് കഴിഞ്ഞു. 1:3 കിട്ടിയോ? ആ മൈക്ക് അൺമ്യൂട്ട് പറയടോ. കിട്ടിയോ ആകാശേ? പോയോ ആകാശ്? പോയി തോന്നുന്നു. ആകാശ് ചെയ്തോണ്ടിരിക്കുകയാണോ? ക്യാമറ ഓഫ് ചെയ്യില്ല, ക്യാമറ ഓഫ് ചെയ്യില്ല. നെറ്റ് പ്രോബ്ലം സാർ, നെറ്റ് പ്രോബ്ലം. കിട്ടിയോ ആകാശ്? ഉത്തരം കിട്ടിയോ അത് പറയാം. കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. From a solid cylinder whose height is 15 centimeter and the diameter is 16 centimeter, a conical cavity of same height and same diameter is hollowed out. Find the total surface area of the remaining solid. Okay. ഒരു കോണിക്കൽ കാവിറ്റി ഉണ്ടാക്കുകയാണ്. അപ്പോ എന്താ പറഞ്ഞുള്ളത് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് ഒരു സോളിഡ് സിലിണ്ടർ അല്ലെ, സോളിഡ് സിലിണ്ടർ ഓഫ് ഹൈറ്റ് എത്രയാണ്, 15 സെന്റിമീറ്റർ. ഹൈറ്റ് 15 സെന്റിമീറ്റർ. ഒരു തന്നെ എന്താണ് റേഡിയസ്, ഹൈറ്റ് 15 സെന്റിമീറ്റർ. Then diameter is 16 centimeter. That means the radius 8 out. Same diameter is hollowed out. Okay. നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കോൺ നമ്മൾ എടുക്കുകയാണ് അല്ലെ, ടോട്ടൽ സർഫസ് ഏരിയ കാണണം. അപ്പൊ ഒരു കോൺ നമ്മൾ എടുക്കുന്ന സമയത്ത് എങ്ങനെ വരും, കോൺ ഡിവൈഡ് എടുക്കുന്നു. ഓക്കെ, അങ്ങനെയാണല്ലോ വരുന്നത്. ഓക്കെ, ദെൻ നമുക്ക് എന്ത് കാണാം, ഇതിന്റെ ടോട്ടൽ സർഫസ് ഏരിയ കാണാം. അപ്പൊ എങ്ങനെ വരിക, എങ്ങനെയാണ് ടോട്ടൽ സർഫസ് ഏരിയ വരുന്നത്? ഒന്ന്, ഈ കോണിന്റെ ഉൾഭാഗത്ത് എല്ലാം വരും അല്ലെ, നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. കോണിന്റെ ഉൾഭാഗം വരും. ഓക്കെ, പിന്നെ എങ്ങനെ ഉണ്ടാവാം, നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഇല്ല,
ഓക്കെ, അത് കോണിന്റെ ഒരു ഭാഗം വരും. പിന്നെ എന്താണ് ഇതിന്റെ ചുറ്റുഭാഗം വരും അല്ലെ? ഈ ഭാഗം ഇതാക്കണം, വരും. പിന്നെ എന്താ വരിക? ഈ സർക്കിൾ വരും. അങ്ങനെയാണ് വരിക. അപ്പൊ ഏതൊക്കെ ഭാഗങ്ങളാണ്? സെയിം ഹൈറ്റ് അല്ലേ കോൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ത് സെയിം ഹൈറ്റ്? കോണിക്കൽ കാവിറ്റി അങ്ങനെയാണോ? സെയിം ഹൈറ്റ് ആൻഡ് സെയിം ഡയമീറ്റർ ഈസ് ഫോളോഡ് ഔട്ട്. അത് അങ്ങനെയല്ല കേട്ടോ. ഹൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് നോട്ടെ, ഹൈറ്റ് 15. യെസ് യെസ്, ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ വരച്ച ഫിഗർ വരച്ച മിസ്റ്റേക്ക് ഉണ്ട്, ശ്രദ്ധിച്ചില്ല. അപ്പോ അപ്പൊ ഈ ഭാഗം നമുക്ക് ഇത് വരും. ക്ലിയർ ആയോ? ഇപ്പൊ ശരിയായില്ലേ? ശരിയായില്ലേ? ഓക്കെ, എന്ത് വരും ഇപ്പൊ? എന്താ വരിക? എന്ത് വരിക? ഈ പോർഷൻസ് എല്ലാം നമ്മൾ നോക്കൂ. എന്തൊക്കെ പോർഷൻസ് ഉണ്ട്? ഇതിന്റെ കർവ്ഡ് സർഫേസ് ഏരിയ വരും അല്ലെ? നമുക്ക് കാറിന്റെ കർവ്ഡ് സർഫേസ് ഏരിയ വരും, നമ്മുടെ സിലിണ്ടറിന്റെ കർവ്ഡ് സർഫേസ് ഏരിയ വരും. സിലിണ്ടറിന്റെ കർവ്ഡ് സർഫേസ് ഏരിയ ഓഫ് സിലിണ്ടർ. പിന്നെയോ കർവ്ഡ് സർഫേസ് ഏരിയ ഓഫ് കോൺ പ്ലസ് താഴെ വരും നമ്മുടെ സർക്കിൾ അല്ലെ? ഏരിയ ഓഫ് സർക്കിൾ. അതിന്റെ പോർഷനില്ലേ നോക്കൂ, ഇവിടെ ആക്കണം. നമുക്ക് പെയിന്റ് ചെയ്യണം. നമ്മള് പെയിന്റ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ് വളരെ പെട്ടെന്ന് മനസ്സിലാവും അല്ലെ? ചെയ്യുന്ന ഇങ്ങനെ ആർട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ എന്താ പറയാ? കർവ്ഡ് സർഫേസ് ഏരിയ ഓഫ് സിലിണ്ടർ എന്താണ്? 2πrh ആണ്. കർവ്ഡ് സർഫേസ് ഏരിയ ഓഫ് കോൺ πrl. ഏരിയ ഓഫ് സർക്കിൾ πr². അപ്പൊ L കാണണം അല്ലെ? L നമുക്ക് അറിഞ്ഞുകൂടാ. L ആദ്യം കണ്ടെത്തണം. L എങ്ങനെ കണ്ടെത്തും? L is equal to root of r² plus h² ആണ്. r എത്രയാ? 8 square plus h എത്രയാ? 15. So 64 plus 225, that is 289. 289 root എത്ര വരിക? 17. 289 root എത്രയാണ്? 17 ആണ്. So L 17 കിട്ടിയിട്ടുണ്ട് അല്ലേ? So ഇത് ശ്രദ്ധിക്കുക, പറയാം. The curved surface area of cylinder plus curved surface area of cone plus the area of the circle. So the curved surface area of the cylinder is 2πrh. Curved surface area of cone is πrl plus the area of circle is πr². Okay. So only the information of radius and height is good. So okay, slant rate is not given in the question. So we have to find the slant rate using the equation root of r² plus h². So r is 8 because the diameter is 16. So therefore r radius is 8 and height is 15. 8 square 64, 15 square 225. So root 289, that is 17 centimeter. So what substitute here? And we common ആയിട്ട് പുറത്തേക്ക് എടുക്കാം കേട്ടോ. പൈ r കോമൺ ആണല്ലോ അല്ലേ? 2x plus l plus r. ഇവിടെ πr² ഒരു പൈ ഒരു r വന്നു കഴിഞ്ഞാൽ അങ്ങനെ പുറത്ത് എടുക്കാം കേട്ടോ. കോമൺ ആയി പുറത്ത് കുറച്ച് എളുപ്പത്തിൽ ചെയ്യാം. റേഡിയസ് 8 ആണ്. 2x, that is 2 into 17, sorry 15 plus 17 plus 8. കുറച്ച് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും നമുക്ക്. അത് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കണം കേട്ടോ, പുറത്തെടുക്കണം. പിന്നെ ഒരു കാര്യം, റേഡിയസ് ഒക്കെ സെയിം ആണെങ്കിലേ പുറത്തെടുക്കാൻ പറ്റുള്ളൂ. റേഡിയസ് ഡിഫറെന്റ് ആണെങ്കിൽ എന്ത് ചെയ്യാ? ഒരെണ്ണത്തിന് ക്യാപിറ്റൽ ആർ ഒരെണ്ണത്തിന് സ്മോൾ ആർ കൊടുത്തിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഓട്ടോമാറ്റിക് അതും പുറത്തെടുക്കും കേട്ടോ. അപ്പൊ ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ എഴുതുമ്പോ. ജിഗ്യ തെറ്റുണ്ട്. ജിഗ്യക്ക് തെറ്റുണ്ട്. യെസ്, ഇൻ ടേംസ് ഓഫ് പൈ മതി കേട്ടോ. ജിഗ്യ എനിക്ക് തോന്നുന്നു ജിഗ്യ 3.14 കൊടുത്തുന്നുണ്ട്. അതായിരിക്കും കേട്ടോ ജിഗ്യ. ഓ ഓക്കെ ഓക്കെ, ജിഗ്യ വളരെ സ്പീഡിൽ ചെയ്തു. അത്ര വേണ്ട, ജിഗ്യയുടെ സമയം പോയി. ടൈം ഈസ് വെരി പ്രഷ്യസ്. ജിഗ്യ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കൂ.
440 പൈ കേട്ടോ, 440 പൈ എന്നാ വരുന്നത്. വിശാൽ വളരെ സ്പീഡിൽ പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ അറിയോ വിശാലെ? വിശാൽ അവിടെ വെറുതെ ഇരിക്കല്ലേ, അപ്പൊ നമ്മള് മറ്റേ ഒരു ഹോംവർക്ക് ഉണ്ടല്ലോ അതിടെ കൂടെ ഒക്കെ ചെയ്യാ. സമയമില്ലാതെ അങ്ങനെ ചെയ്യണം, ഇരിക്കരുത് കേട്ടോ വിശാലെ. സമയം ഇനി മേലെ അങ്ങനെ പറയരുത് കേട്ടോ. 13th ക്വസ്റ്റ്യൻ ഫസ്റ്റ് ആണോ? 13th ക്വസ്റ്റ്യൻ ഫസ്റ്റ് അല്ലല്ലോ, ഫസ്റ്റ് ഡിലീറ്റഡ് ആണ്. അതിനകത്ത് വന്നിട്ടുള്ളതാ 13th ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ് കേട്ടോ, അത് ഡിലീറ്റഡ് ആണ്, ചെയ്യണ്ട. 14th ക്വസ്റ്റ്യൻ ചെയ്യാം. 14th ക്വസ്റ്റ്യൻ നോക്കൂ. 14th ക്വസ്റ്റ്യൻ ഇത് കഴിഞ്ഞോ മക്കളെ? കഴിഞ്ഞില്ലേ? 440 പൈ എന്ന് വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ജിഗ്ഗി എവിടെ പോയി? എന്നോട് സൈഡ് ശരി ശരി. കഴിഞ്ഞില്ലേ? ഇപ്പൊ നിന്റെ ആൻസർ കിട്ടിയിട്ടായിരുന്നല്ലോ. ജിഗ്ഗി നേരത്തെ ആൻസർ ടൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പൊ സൈഡ് നീക്കാൻ പറഞ്ഞ എന്റെ അടുത്ത് അത് പൈയുടെ വാല്യൂ 3.14 കൊടുത്ത നീ? അത് കൊടുക്കണ്ട, ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? അത് കൊടുത്തതുകൊണ്ട് പ്രശ്നമായത്. അപ്പൊ ആ സമയത്ത് അവിടെ പോയി നേരെ എന്നോട് മാറിക്കാൻ പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരാറായി അങ്ങട് വന്നോ? ശരി ശരി, ഓക്കെ. 14th ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയേ എല്ലാരും. വായിക്കേ 14th ക്വസ്റ്റ്യൻ. A heap of rice in the form of corn of base diameter 24 meter and a height 3.5 meter. Find the volume of the rice. How much canvas cloth is required to just cover the heap? അപ്പോ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ തനിയെ ചെയ്യണം കേട്ടോ, തനിയെ ചെയ്യുക എല്ലാവരും. അതായത് ഒരു നമ്മളിങ്ങനെ കണ്ടിട്ടോ അറിയൂട്ടോ നിങ്ങൾ ഇങ്ങനെ നമ്മൾ കോൺ പോലെ ഇട്ടിട്ട് നമ്മൾ വെക്കുന്നു. ചില നെല്ലൊക്കെ ഇങ്ങനെ ചില കൃഷിയൊക്കെയുള്ളവർ കാണാൻ പറ്റും, നെല്ല് അങ്ങനെ ഇടുന്നത് കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതിലൂടെ പറഞ്ഞേക്കുന്ന അതാണ് തന്നെ എങ്ങനെ വെച്ചേക്കുന്നത് തന്നെ കോൺ പോലെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അല്ലെ. എത്രയാണ് അതിന്റെ ഡയാമീറ്റർ? 24 മീറ്റർ ഡയാമീറ്റർ ആണ് എന്ന് പറഞ്ഞാൽ റേഡിയസ് എത്രയാ? 12 അല്ലെ. സോ ഹൈറ്റ് എത്രയാണ്? 3.5 മീറ്റർ ആണ്. ഓക്കെ, സോ ദ റേഡിയസ് ഈസ് 12 meter, height is 3.5 meter. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് വോളിയം കാണണം. പിന്നെ എന്താ കാണേണ്ടത്? ഒരു കാര്യം കൂടെ കാണാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ കാണാൻ പറഞ്ഞുള്ളത്? അതിനെ കവർ ചെയ്തുകൊണ്ട് ഒരു നമ്മൾ ക്ലോത്ത് ഇടണം. ക്ലോത്ത് ഇടുമ്പോഴത്തേക്ക് മക്കളെ അരിയുടെ അടിഭാഗത്തോടിട്ട് ആരും ക്ലോത്ത് ഇടൂലല്ലോ. അരിയിട്ടൊക്കെ മുക്കി നേരെ പിടിച്ചിട്ട് അടിക്കിട്ടു ഇല്ല. ആരാ ഇടുള്ളൂ? കർവ്ഡ് സർഫസ് ഏരിയ അല്ലെ, ദാറ്റ് ഈസ് കർവ്ഡ് സർഫസ് ഏരിയ. അപ്പൊ നമുക്കൊരു ലോജിക് കിട്ടാൻ മതി. തുണി മേലെ ഇടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുറ്റിലേക്ക് ഇടുള്ളൂ, ആ അടിഭാഗത്തോടെ വരില്ലല്ലോ. അപ്പൊ ആരാ വേണ്ടത്? കർവ്ഡ് സർഫസ് ഏരിയ ആണ് വേണ്ടത് അല്ലെ. അപ്പോ വോളിയം കാണണം, കർവ്ഡ് സർഫസ് ഏരിയ കാണണം. നമുക്ക് എല്ല് വേണം, എല്ല് രണ്ട് ഉറപ്പില്ല. അപ്പൊ എല്ലിന്റെ ഇക്വേഷൻ r square plus x square root of 12 square plus 3.5 square. 12 square, that is 144. 3.5 square, എത്രയാണ് 3.5 square? 12.25 അല്ലേ. അത്രയല്ലേ വന്നത്? എത്ര വന്നു? അതിന്റെ ഹൈറ്റ് എത്ര വന്നു? 12.5 വന്നു.
വന്നോ? റേഡിയസ് സോറി എൽ എത്ര വന്ന്? Root of 156.25. റൂട്ട് കാണാം കേട്ടോ. എങ്ങനെ റൂട്ട് കാണാത്? എങ്ങനെ റൂട്ട് കണ്ട 12.5 കിട്ടിയത്? എങ്ങനെ ലോങ് ഡിവിഷൻ ചെയ്തു? ഗസ്സാണ് ചെയ്തത്. എന്താ വിശാലെ? ഞാൻ ഗസ്സാണ് ചെയ്തത്. ക്ലിയർ ആയില്ല. എന്താണ് സാർ? ഞാൻ ജസ്റ്റ് ഗസ്സാണ് വെച്ചിരുന്നത്. 12 വെച്ചാൽ 144 13 169 അപ്പൊ അതിന്റെ ഇടയിൽ നമ്പർ ആവും. അപ്പൊ ഞാൻ 12.5 ബെസ്റ്റ് നമ്പർ വെച്ച് അത് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ അത് മതി. ലോങ് ഡിവിഷൻ വേണമെന്നില്ല. ചെയ്തു? അനാനൊക്കെ ചെയ്ത് കണ്ടിരിക്കുകയാണോ? ഉത്തരം കിട്ടിയോടാ? റൂട്ട് കാണാൻ ഒരു മെത്തേഡ് അത് അറിയാലോ നിങ്ങൾക്ക്. വലിയ നമ്പേഴ്സ് വരുമ്പോഴത്തേക്ക് നമുക്കത് എങ്ങനെ ചെയ്യാൻ പറ്റുന്നൊരു അതും കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. നമ്മള് ലോങ് ഡിവിഷൻ ഉപയോഗിച്ചോളൂ. അറിയാത്ത ലോങ് ഡിവിഷൻ ഉപയോഗിച്ചോളൂ കേട്ടോ. ഇതിന് ആൻസർ വരുന്നത് 12.5 ആണ്. L 12.5 ആണ്. കഴിഞ്ഞിട്ടില്ല. വോളിയം എന്താ വരുന്നത്? വോളിയം 1/3 pi r square h plus pi r sorry plus വേണ്ടല്ലോ. sorry കേട്ടോ. so 1/3 pi r square. so 1/3 into 20 യുടെ പൈയുടെ വാല്യൂ എന്ത് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. 22.7 എടുക്കാം. 528 m cube. എന്താണ് 528 അല്ലേ? റേഡിയസ് 3.5 into 3.5. ഹൈറ്റ് സോറി റേഡിയസ് 12 into 12. പിന്നെ ഹൈറ്റ് 3.5. കാൽക്കുലേറ്റ് കളയാറാണ്. 3.5 2 times 4. 3 into 6 6 into 2 times 4. That is 22 into 12. അങ്ങനെ വരും. കട്ട് ചെയ്ത് നോക്കുക. നമ്മുടെ ഇത് കിട്ടി. Volume is equal to 1/3 pi r square. 1/3 into 22/7 into r 12 ആണ്. So 12 into 12 height 3.5 ആണ്. 3.5 7 into 2 times 2. 3 into 6 12 into 2 times 2. So 22 into 2 into 24. So this answer is 528 meter cube. So what is that? Kanda endana area of the canvas. Le how much cloth is required? Yes, the cloth കാണാനായിട്ട് നമുക്ക് എന്താണ് ക്ലോത്തിന്റെ ഏരിയ. cloth required is equal to curved surface area of cone. That is pi r.
522 by 7, radius 12 r, height 12.5. Sorry, length L, slant edge 12.5. So substitute here, so answer 471 now. 471 point something. For 7.42. അത്രയും മീറ്റർ സ്ക്വയർ. ചെയ്തോളൂ കേട്ടോ. കഴിഞ്ഞോ? ഹൈഫ ഹൈഫ് ഏതാണ്, ഏത് ഭാഗം പറയണ്ടേ? ഹൈഫ ന് ശേഷമുള്ളത് എല്ലിന്റെ വാല്യൂ കഴിഞ്ഞിട്ട് അത് മുതൽ 12.5. ഇനി നമുക്ക് ഇതിന്റെ വോളിയം വെച്ചിട്ടുണ്ട്, പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഏരിയ ഓഫ് ദി ക്ലോത്ത് റിക്വേർഡ് അല്ലെ. അപ്പൊ വോളിയം എന്ന് പറഞ്ഞാൽ എന്താ? ഇതിന്റെ വോളിയം എത്ര? 1/3 πr² h അല്ലേ കോണിന്റെ വോളിയം. അപ്പൊ 1/3 πr² h കൊടുത്തു. പൈയുടെ വാല്യൂ 22/7, റേഡിയസ് 12 അല്ലേ. 12 × 12 r² എന്ന് പറഞ്ഞാൽ 12 × 12 വരും. ഹൈറ്റ് 3.5 ആണ്. അത് കട്ട് ചെയ്ത് പോയിട്ടാണ് ഈ ആൻസർ വന്നിരുന്നത്. ക്ലിയർ ആണോ? അത് ചെയ്തോളില്ലേ ഇനി? അതുപോലെ ഏരിയ ഓഫ് ദി ക്ലോത്ത് പറഞ്ഞ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ ഹീപ്പിന് മേലെ നമ്മൾ തുണിയിട്ട് മൂടുകയാണ്. ആ മൂടുന്ന സമയത്ത് നമുക്ക് എന്താണ് ഈ കർവ്ഡ് സർഫസിൽ മാത്രമേ ആവശ്യമുള്ളൂ. ഒരിക്കലും അടിഭാഗത്ത് മൂടണം, അല്ലെ അടിയിലേക്ക് എടുക്കണം. ഈ അരികിനിട്ടേക്കാണല്ലോ അല്ലെ. അപ്പൊ അവിടെ വേണ്ടത് നമുക്ക് കർവ്ഡ് സർഫസിൽ മാത്രമേ വേണ്ടുള്ളൂ എന്നുള്ളതാണ് കേട്ടോ. ക്ലിയർ ആണോ? ഓക്കെ ഹൈഫ നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം നമുക്ക്. 13th വേണ്ട കേട്ടോ. 12th ക്വസ്റ്റ്യൻ. 12th 2 cubes of each volume 8 centimeter cube are joined end to end. Then what is the surface area of the resulting cuboid? അല്ലെ. അപ്പൊ ഒരു 2 ക്യൂബുകൾ ശ്രദ്ധിക്കണം. ഒരേ ഉള്ള 2 ക്യൂബുകൾ നമ്മൾ കണക്ട് ചെയ്യണം അല്ലെ. 2 ക്യൂബ് ഉണ്ട്, അത് നമ്മുടെ കണക്ട് ചെയ്യും. ഇതേപോലെ വേറൊരു ക്യൂബ് നമ്മുടെ കണക്ട് ചെയ്യും. അങ്ങനല്ലേ എൻഡ് ടു എൻഡ് കണക്ട് ചെയ്യുന്നത്. അപ്പൊ എന്താ ഉണ്ടാവുക? അവിടെ അത് ക്യൂബോയിഡ് ആയി മാറും. അങ്ങനെ സംഭവിക്കുന്നത് ക്യൂബോയിഡ് ആയിട്ട് മാറും. സോ ഇതുപോലെ ആയിട്ട് മാറും അല്ലെ. ഇതുപോലെ രണ്ടെണ്ണമായി മാറും.
സോ എന്താ ഉണ്ടായി വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ സൈഡ് കാണണം. അപ്പൊ ഒന്നാമത്തെ വോളിയം നിൽക്കുന്നുണ്ട്. വോളിയം is given, that is 8 centimeter cube. Yes, 8 centimeter cube ആണ്. സോ വോളിയം ഇക്വേഷൻ നമുക്ക് അറിയാം a cube ആണ്. ഇത് a cube ആണ് 8 ആയിട്ടുള്ളത്. സോ a is equal to cube root of 8. അല്ലെ cube root of 8 2 ആണ്. സോ the edge length 2 കിട്ടുന്നു അല്ലെ. അപ്പൊ ഇതിന്റെ edge length ശ്രദ്ധിക്കുക, ഇതിന്റെ edge length 2 ആണ്. edge length 2 ആണ്. ഈ അങ്ങനെ 2 ക്യൂബ് ഉണ്ട് അല്ലെ. 2 ക്യൂബ് ആവുന്ന സമയത്ത് നമുക്ക് എന്ത് മാറ്റമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്? ലെങ്ത് ആണ് ഇൻക്രീസ്. ശ്രദ്ധിക്കുക, ലെങ്ത് ആണ് ഇൻക്രീസ് ചെയ്തിരിക്കുന്നത്. അതിന്റെ എന്താണ് വിഡ്ത്തും അതുപോലെ ഹൈറ്റും രണ്ടും എന്താണ് സെയിം ആണ് അല്ലെ. ലെങ്ത് എന്താ 12 2 + 2 എത്രയായി മാറി 4 ആയി. അതിന്റെ ബ്രെഡ്ത്ത് എത്ര തന്നെയാണ് 2 ആണ്. ഹൈറ്റും സെയിം ആണ്. അപ്പൊ ഇവിടെ 2 ക്യൂബ് കണക്ട് ചെയ്തിരിക്കുന്നത്. 2 ക്യൂബ് കണക്ട് ചെയ്തപ്പോ ലെങ്ത്തിൽ മാത്രമേ എന്തുള്ളൂ മാറ്റം സംഭവിച്ചുള്ളൂ. ഫിഗർ കണ്ടാൽ മനസ്സിലാവും അല്ലെ. അപ്പൊ ലെങ്ത് എത്രയും മാറി? ലെങ്ത് 2 + 2 that is equal to 4 centimeter. അതുപോലെ ബ്രെഡ്ത്ത് എത്രയാണ്? that is 2. height so then what is the area? surface area അല്ലേ ചോദിച്ചിരിക്കുന്നത്. surface area ഇക്വേഷൻ എന്താണ്? total surface area of cuboid എത്രയാണ് പഠിച്ചത്? 2 into LB plus BH plus LH. so 2 into അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം കേട്ടോ. 4 into 2 plus 2 into 2 plus 4 into 2. that is 2 into 8 plus 4 plus 8. 2 into 20 that is 40 വരും അല്ലേ. 40 centimeter square. ചെയ്തോളൂ. ചെയ്ത് കഴിയാത്തവരുണ്ടെങ്കിൽ ചെയ്തോളൂ. കഴിഞ്ഞോ? എല്ലാവരുടെയും കഴിഞ്ഞോ? കഴിഞ്ഞോ? അത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 11th one. അത് ചെറിയൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മൾ എന്താ ചെയ്തേക്കണേ? ഒരു 40 അല്ലെ 40 സെന്റിമീറ്ററും 40 സെന്റിമീറ്ററും അതുപോലെ തന്നെ 28 സെന്റിമീറ്റർ ഉള്ള ഒരു റെക്ടാങ്കുലർ ഉണ്ടാകും. സോ നമ്മൾ ഇതുപോലെ കണ്ടോ? ഇതൊരു സാധനം ഉണ്ട് തിരിച്ച് ഹൈറ്റ് ഇവിടെ കൂടുതലുണ്ട് 40 22 അല്ലെ. നമ്മൾ എന്ത് ചെയ്യാണ്? അത് റോൾ ചെയ്യുന്നു. ഒരു ഹോളോ സെന്റർ റോൾ ചെയ്യുന്നു. ഹൈറ്റ് സെയിം തന്നെയാണ്. അപ്പൊ നമ്മൾ എങ്ങനെയാ റോൾ ചെയ്യണം ശ്രദ്ധിക്കുക. ഈ 40 ഹൈറ്റ് വരണമല്ലോ അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ റോൾ ചെയ്യണം? ഇതുപോലെ റോൾ ചെയ്യണം അല്ലെ. ഇതുപോലെ ഈ ഭാഗമാണ് റോൾ ചെയ്യണം അല്ലെ. ഇങ്ങനെയാണ് റോൾ ചെയ്യണത്. ഇതുപോലെ റോൾ ചെയ്തിട്ട് വരും. ഓക്കെ. സോ അതെങ്ങനെ കിട്ടും? ഇതുപോലെ ഒരു സിലിണ്ടർ കിട്ടും. അപ്പൊ ഹൈറ്റ് 40 ആണ്. ഹൈറ്റ് 40 ആണ്. അപ്പൊ എന്തായി മാറി? ഈ 22 എന്തായിട്ടാ മാറിണ്ടാവാ? ഈ പോർഷൻ എന്തായി മാറിയത്? ഒരു സർക്കിൾ അല്ലേ മാറിയത്? ശ്രദ്ധിക്കാണ്ട് നിങ്ങൾ. അതായത് ഇങ്ങനെ ഉണ്ടായിരുന്ന ഒരു റെക്ടാങ്കിൾ ആയിരുന്നു. ശ്രദ്ധിക്കുക, റെക്ടാങ്കിൾ ആയിരുന്നു. ആ റെക്ടാങ്കിൾ ഞാൻ എന്ത് ചെയ്യുന്നു? ജസ്റ്റ് ഞാൻ മാറ്റിയിട്ട് എന്താ സിലിണ്ടർ ആക്കണം അല്ലെ. അപ്പൊ മാറ്റുമ്പോ ശ്രദ്ധിക്കണം, ഇതിലെ ആ ഹൈറ്റ് സെയിം തന്നെയാണ്. മേൽഭാഗത്താണ് മാറ്റം സംഭവിച്ചിരിക്കുന്നത് അല്ലെ. അതായത് ആ 22 എന്ന് പറയുന്ന ആള് എന്തായി മാറി? ഇവിടെയുള്ള സർക്കിളിന്റെ എന്തായി മാറി? ആ സർക്കിളിന്റെ സർക്കംഫറൻസ് ആയി മാറി അല്ലെ. സോ ദി സർക്കംഫറൻസ് ഓഫ് ദി സർക്കിൾ is equal to 22. That is 2 pi r is equal to 22. 2 into 22 by 7 into r is equal to 22.
28 ക്യാൻസൽ ചെയ്ത് പോയി. ഇവിടെ 1 ആയി. ഇവിടെ 2/7 ഉണ്ട്. 2/7 അപ്പുറത്തോട്ട് മാറും 7/2 ആ. That is r equal to 3.5 cm. r equal to 3.5 cm. ഇനി കുറച്ച് ക്വസ്റ്റ്യൻ നമുക്ക് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. നമുക്കിപ്പോ ചെയ്യാം. സ്ക്രീൻ ഷെയർ ചെയ്യാം. കുറച്ച് ക്വസ്റ്റ്യൻസ് വേറെ ചെയ്ത് കഴിഞ്ഞില്ലേ? ഇത്രയും പ്രോബ്ലംസ് എല്ലാവരും കഴിഞ്ഞോ? ഏരിയ ഓഫ് ഷീറ്റ് ഈസ് ഈക്വൽ ടു CSA ഓഫ് സിലിണ്ടർ എടുക്കാം, കുഴപ്പമില്ല. അപ്പോ അപ്പോഴും കിട്ടും. ഒന്ന് തന്നെയാ വരുന്നത് കേട്ടോ. ലൈക്ക് അങ്ങനെ ചെയ്താൽ എന്താ വരിക? കറണ്ട് സർഫേസ് ഏരിയ 2πr/h. Then what is the area of the this rectangle length? That is 40 into 22. ഇവിടെ height 40 ആണല്ലോ. 40 കണ്ടിട്ട് പോകും. Again 2πr is equal to 22. ആ മെത്തേഡിൽ ചെയ്യാം. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അമീഷ് പറഞ്ഞത്. അതായത് 2πr/h 40 തന്നെയാണല്ലോ. ഇത് അടുത്ത ഏരിയ ലെങ്ത് ബ്രെഡ്ത്ത് 40 into 22. അങ്ങനെ ചെയ്യാം. അങ്ങനെയും ചെയ്യാട്ടോ. ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ തരട്ടെ? എല്ലാം റെഡിയാണ്? ഇത് 157. കാണുന്നുണ്ടല്ലോ 157. ക്വസ്റ്റ്യൻ മാത്രം നോക്കിയാൽ മതി. ഒന്ന് വേഗം ചെയ്യാൻ പറ്റുമോ നോക്കി നോക്കൂ കേട്ടോ. നിങ്ങൾക്ക് ചെയ്യാൻ തന്നേക്കാണ്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പിന്നീട്. നിങ്ങൾ അന്ന് ചെയ്യൂ, ട്രൈ ചെയ്ത് നോക്കൂ. ഫിഗർ വരയ്ക്കുക, ഫിഗർ പാടി കണ്ടിട്ടുണ്ടാവും.
ഫിഗർ ഒന്നുകൂടെ കാണിക്കാൻ പറ്റൂല, ഫിഗർ തന്നിട്ടില്ല ക്വസ്റ്റ്യനില്. ഫിഗർ നമ്മൾ വരയ്ക്കണം. ഞാൻ അതാ ഫിഗർ മാറ്റിയത്. ഫിഗർ കാണാൻ എന്ത് സുഖാന്നറിയോ ചെയ്യാനായിട്ട്. കിട്ടിയോ? ക്വസ്റ്റ്യൻ ഒക്കെ വരച്ച് അയച്ചു നോക്കിയില്ലേ നിങ്ങള്? എന്താ പറഞ്ഞേക്കണത്? A surface tent is in the shape of a cylinder surmounted by a conical top of the same diameter. നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കാൻ പറഞ്ഞായിരുന്നു, നിങ്ങൾ നോക്കിയിരിക്കുന്നു അല്ലേ? A circular tent is in the shape of a cylinder surmounted by a conical top. ഒരു ടെന്റ് ആണ്, സർക്കുലർ ടെന്റ്. സാധാരണ ഉള്ള പോലെ തന്നെ അതിന് മേലെ ഡയമീറ്റർ സെയിം ആണ്. അപ്പൊ ഒരു സിലിണ്ടറിന്റെ മേലെ ഒരു വലിയ സിലിണ്ടർ ഒന്നും ആയിരിക്കത്തില്ല കേട്ടോ. സിലിണ്ടർ ഒരു ടെന്റിന്റെ ഷേപ്പ് അല്ലേ വരുന്നത്, അല്ലെ? നെക്സ്റ്റ് പറഞ്ഞേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ if their common diameter is 56 meter, diameter common diameter 56 meter ആണ്. Okay, so the radius 23 ആണ്. 23 അല്ല 28 അല്ലെ? 28 മീറ്റർ ആണ് വരിക. Then പിന്നെന്താ? If the height of the center part is 6 meter, height of center part height is 6 meter. Okay, and the height of the tent above the ground is height of the tent above the ground is എന്ന് പറഞ്ഞാൽ മൊത്തം ഹൈറ്റ് എത്രയാണ്? 27 ആണ്. So then what is the height of the horn? 27 minus 6. അല്ലേ? 27 minus 6. That is 21 meter. Okay. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? അത്രേ ഉള്ളൂ. നമുക്ക് എന്ത് കാണാം? ഏരിയ ഓഫ് ദി ക്യാൻവാസ് യൂസിംഗ് ടെന്റ്. ടെന്റ് ഉണ്ടാക്കാനുള്ള ക്യാൻവാസ് ആണ് എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ഇതിന്റെ അല്ലേ കർവ്ഡ് സർഫേസ് ഏരിയ ഓഫ് ദിസ് ഹോൺ പ്ലസ് കർവ്ഡ് സർഫേസ് ഏരിയ ഓഫ് ദിസ് സിലിണ്ടർ. Okay, so നമുക്ക് എന്ത് വരും? Canvas used is equal to curved surface area of horn plus curved surface area of cylinder. So horn curved surface area എത്ര വരും? horn curved surface area എത്രയാണ്? നമുക്ക് pi rl plus അല്ലേ? curved surface cylinder 2 pi rh. L കാണണല്ലോ. സോ അത് L കാണണം. L is equal to root of r square plus x square. That is root of r എത്രയാ? 28 square plus x എത്രയാ? 21. Right? 35. No. That is 784 plus 441. 1225 that is 35. So 22 by 7 into pi r on പുറത്തെടുത്തോ. pi r പുറത്തെടുത്ത് n plus ഇവിടെ pi r ഉണ്ട്, ഇവിടെ pi r ഉണ്ട് 2x. So 22 by 7 into radius 28 into length 35 plus 2 into x. ഇതിന്റെ ഹൈറ്റ് കേട്ടോ, അതിന്റെയാണ് ഹൈറ്റ് അത് വെക്കേണ്ടത്. That is 2 into 6. സോ രണ്ട് ഹൈറ്റ് ഉള്ളതുകൊണ്ട് വേണമെങ്കിൽ ഒരു ഹൈറ്റ് ക്യാപിറ്റൽ എക്സ് എടുക്കാം. ക്യാപിറ്റൽ എക്സ് എടുക്കും, ഇവിടെ കൺഫ്യൂഷൻ ആവുന്നില്ല.
So ഇത് സ്മോൾ ലെറ്റർ അക്ഷരം, ഇത് ക്യാപിറ്റൽ അക്ഷരം. ഓക്കെ, സോ അത് കാൽക്കുലേറ്റ് ചെയ്യാം. എത്ര വന്നു ലാസ്റ്റ് ആൻസർ? എത്ര വന്നു? 35 plus 12 47. 4100. ഇവിടെ കിട്ടണേ 4 more അല്ലേ? 4136 ആണ്. 136. 4136. Okay, okay. Next question തരട്ടെ ഞാൻ. Next question. That 152. അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അത് ട്രൈ ചെയ്യൂ. കഴിഞ്ഞോ? ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതി കഴിഞ്ഞോ? ഞാൻ സ്റ്റോപ്പ് ഷെയർ നിർത്തുകയാണ്. കിട്ടിയോ? ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടില്ലായിരുന്നോ? വരച്ച ഫിഗർ കുറച്ചില്ലേ എല്ലാവരും? എന്താ പറഞ്ഞേക്കുന്നത്? A right angle triangle whose sides are 3 centimeter, 4 centimeter and 5 centimeter is revolved about the longest side. Find the surface area of the figure obtained. എങ്ങനെയാണ് വന്നത് എന്നുള്ളതാണ് ഇതിനകത്ത്. എങ്ങനെയാ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്? About the longest side. Longest side വെച്ചിട്ടാണ് നമ്മളത് റിവോൾവ് ചെയ്യുന്നത്. അപ്പോ എങ്ങനെയാണ് ഫിഗർ വരിക? എന്ത് ഫിഗർ ആണ്? ഏത് ഷേപ്പിലാണ് വന്നത്? സിലിണ്ടർ ആണോ?
സിലിണ്ടർ ആണോ വരിക? ഒരെണ്ണം റൈറ്റ് ആംഗിളും പിന്നെ കോണുകളും രണ്ടെണ്ണം വരും. റൈറ്റ് ആംഗിളും പിന്നെ ഒരു 2 കോണും വരുന്നുണ്ട്. റൈറ്റ് ആംഗിൾ 2 കോൺ. കോൺ നോർമലി ഒരു എന്താ പറയുക ട്രയാങ്കിൾ ഇങ്ങനെയാണല്ലോ ഉണ്ടാവുന്നത് അല്ലെ? ജസ്റ്റ് നമ്മള് റിവോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മള് ഒരു സംഭവം നമ്മളിപ്പോ ഇത് കണ്ടില്ലേ, കടയിലൊക്കെ ആളുകൾ ഇങ്ങനെ എന്താ കണ്ടിട്ടുണ്ടാവില്ല. ഡബിൾ കോൺ ആണ് വരിക കേട്ടോ, ഡബിൾ കോൺ ആണ് വരിക. അതായത് സംഭവിച്ചാല് ഇതാണ് സംഭവം. ഇത് സാധാരണ റൈറ്റ് ആംഗിൾ. ഓക്കെ, ഈ റൈറ്റ് ആംഗിളുടെ ട്രയാങ്കിള് ഈ ഹൈറ്റിൽ വെച്ചുകൊണ്ട് എബൌട്ട് പറയുന്നത് അർത്ഥം അത് വെച്ചുകൊണ്ട് റിവോൾവ് ചെയ്യാനാണ്. അപ്പൊ ഇത് വെച്ചിട്ട് ഞാൻ റിവോൾവ് ചെയ്ത് നമുക്ക് എന്താ കിട്ടും? ഇത് വെച്ചിട്ട് റിവോൾവ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? ഒരു കോൺ കിട്ടും അല്ലെ? അതായത് നോക്കുക, റൈറ്റ് ആംഗിൾ ആണ്, ശ്രദ്ധിക്കുക, ഇങ്ങനെയാണ് എടുക്കുന്നത്, ഇരിക്കുക. ഞാൻ ഇത് വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് എന്ത് കിട്ടുക? റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ കോൺ കിട്ടും, കോൺ കിട്ടും അല്ലെ? പക്ഷെ ഇവിടെ പറഞ്ഞേക്കുന്നത് എബൌട്ട് ആര് വെച്ച് റൊട്ടേറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്? യെസ്, ഇതിങ്ങനെ ലോങ്സ്റ്റ് സൈഡ് കേട്ടോ. അപ്പൊ ഇങ്ങനെ വരും, മനസ്സിലാവാത്ത ഇതുപോലെ വരും ഈ ട്രയാങ്കിള് ഇങ്ങനെ വരും. ഓക്കെ, ഇങ്ങനെ വരും ട്രയാങ്കിള്. ഇത് വെച്ചിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെ വരാം? ഈ പോർഷൻ ഇത് 2 ട്രയാങ്കിൾ ആയില്ലേ, ഒരു ട്രയാങ്കിൾ. ഈ പോർഷൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്നിട്ട് ഒരു കോൺ കിട്ടും, താഴത്തെ പോർഷൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ വേറെ ഒരു കോൺ കിട്ടും. സോ 2 കോണുകൾ കൂടി ചേർന്നിട്ടുള്ള ഒരു ഷേപ്പാണ് കിട്ടുക. മനസ്സിലായോ? ശ്രദ്ധിക്കുക, ഒന്നുകൂടി മനസ്സിലാക്കി തരാം. അത് ഇമ്പോർട്ടന്റ് പറയാനും കാരണം അത് തന്നെയാണ്. അതായത് നിങ്ങൾ ശ്രദ്ധിക്കണം, എബൌട്ട് ലോങ്സ്റ്റ് സൈഡ് എന്ന് പറഞ്ഞോണ്ട, എബൌട്ട് ഇറ്റ്സ് ഹൈറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഒരു കോൺ അല്ലെ? നമ്മള് ഇതുണ്ടല്ലോ മകൾ, നമ്മുടെ കോമ്പസ് തിരിക്കില്ലേ നമ്മള്, ലൈക്ക് അത് നിങ്ങൾ ആലോചിച്ചാൽ മതി. നമ്മുടെ ശരിക്കും അത് സർക്കിൾ ഒരുപാട് കിട്ടുമെങ്കിലും നമ്മൾ റൊട്ടേറ്റ് ഒരു കോൺ പോലെയല്ലേ റൊട്ടേറ്റ് ചെയ്യുന്നത് അല്ലെ? ആ റൊട്ടേറ്റ് ആലോചിച്ചാൽ മതി. അപ്പൊ ഒരു എബൌട്ട് ഹൈറ്റ് ഇത് വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കോൺ. ഇത് പറഞ്ഞേക്കുന്നത് എന്താ വെച്ചാല് എബൌട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന ആലോചിച്ചിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഈ ലോങ്സ്റ്റ് സെൻസ് റൊട്ടേറ്റ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ നമുക്ക് എന്ത് കിട്ടുന്നു? ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ 2 ട്രയാങ്കിൾ വരും. 2 ട്രയാങ്കിൾസ് നമ്മളിങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ടല്ലേ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇതൊന്ന് ഇവിടെ നിന്ന് എടുക്കുമ്പോഴത്തേക്ക് 2 ട്രയാങ്കിൾ വരും. അത് നമുക്ക് 2 കോൺ. ഓക്കെ, സംഭവം മനസ്സിലായില്ലേ? 2 കോണമെന്ന് മനസ്സിലായോ എല്ലാവർക്കും? അപ്പൊ അതെങ്ങനെയാണ് സൈഡുകൾ നോക്കിയിട്ട് ഇത് ചെയ്യാൻ പറ്റും, അത്രേ ഉള്ളൂ, വലിയ കാര്യമൊന്നുമില്ല. അപ്പൊ 2 എണ്ണം വരും. ഏതാണ് ലോങ്സ്റ്റ് സൈഡ്? ആരാ? അതിന്റെ ഹൈപ്പോട്ടന്യൂസ് ആയിരിക്കുമല്ലോ അല്ലെ? ലോങ്സ്റ്റ് സൈഡ് ആരായിരിക്കും? ഹൈപ്പോട്ടന്യൂസ് ആയിരിക്കും. ഏതൊക്കെയാ സൈഡ് വന്നേക്കുന്നത്? 5 ഉണ്ട്. സൈഡ് കണ്ടെത്തലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേട്ടോ. ആ സൈഡുകൾ കിട്ടുന്നതിലാണ് പറയുന്നതാണ് 5 4 3. ക്ലിയർ ആയില്ല? എന്താ പറഞ്ഞു മനസ്സിലായില്ല? 5 4 3 സൈഡ്സ്. സൈഡ്സ് ആണ്. ശരി. അപ്പൊ ഇത് ഈ സൈഡ് എത്രയാണ്? 5 ആണ് അല്ലെ? അത് ഒരു സൈഡ് നിങ്ങൾക്ക് 4 ആയിട്ട് എടുക്കാം, ഒരു സൈഡ് 3 ആയിട്ട് എടുക്കാം. ഇത് വെച്ചിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ ഇത് 3, ഇത് 3. സ്ലാൻഡേജ് 3 ആണ്. സ്ലാൻഡേജ് അറിയാം. ഇത് 4. ഇത് മൊത്തം 5 ആണ്. ഇതറിയാം, ഇത്രയും നമുക്ക് അറിയുള്ളൂ. ഇത് വെച്ച് വേണം നമ്മൾ ചെയ്യാനായിട്ട്. എന്താ വരുന്നത് നമുക്ക് എങ്ങനെ ചെയ്യും എന്നുള്ളതൊന്നും ഐഡിയ ഉണ്ടാവും. നമുക്ക് ഇതൊക്കെ വേണം. നമുക്ക് ചോദിച്ചിട്ട് എന്ത് കാണാനാണ്? അതിന്റെ സർഫസ് ഏരിയ കാണാനാണ്. സർഫസ് ഏരിയ ആണെങ്കിൽ പൈ ആണ്, റേഡിയസ് കിട്ടും അല്ലെ? രണ്ടിനും കോമൺ ആയിട്ട് റേഡിയസ് നമുക്ക് കിട്ടിയാലാണ് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ എന്തിനു ചെയ്യും? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? പറഞ്ഞോളൂ. ആർക്കെങ്കിലും? പറയൂ. ആർക്കറിയില്ല? ഓക്കെ,
ശരി കേട്ടോ, ഞാൻ പറയാം, ഞാൻ പറഞ്ഞുതരാം. നമുക്ക് അത് റേഡിയസ് എവിടെ എടുക്കുന്നു നമുക്ക് ശ്രദ്ധിക്കാം. ഇത് ഞാൻ പറയുന്നത് നോക്കാം കേട്ടോ. ഇവിടെ ശ്രദ്ധിച്ചോളാം, ഇതാണ് നമ്മുടെ റേഡിയസ്. അല്ലെ, അതാണ് റേഡിയസ്. നിങ്ങൾ അല്ലെങ്കിൽ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അത് കാരണം പല മെത്തേഡ് ഉണ്ട്. ഏറ്റവും എളുപ്പമായ മെത്തേഡാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ എത്ര പേര് കിട്ടി റേഡിയസ്? ഡബിൾ കോൺ ആണ്. ഓക്കെ, ഏരിയ ഈക്വൽ, ദാറ്റ് ഈസ് വെരി ഗുഡ്. ആരെ പറയുന്നുണ്ടായിരുന്നു, അതായത് സംഭവം ഇത്രയേ ഉള്ളൂ നമ്മളെ. നോർമലി ഈ ട്രയാങ്കിൾ ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. അപ്പൊ ഇവിടെ 4ഉം ഇവിടെ 3ഉം ഇവിടെ 5. അല്ലെങ്കിൽ 4 3 അങ്ങോട്ട് മാറാം. സോ വാട്ട് ഇസ് ദ ഏരിയ ഓഫ് ദിസ് ട്രയാങ്കിൾ? ഏരിയ ഓഫ് ദിസ് ട്രയാങ്കിൾ ഒക്കെ വരുന്നത്, അല്ലെങ്കിൽ നമുക്ക് പേര് കൊടുക്കാം ABC അല്ലെ. ഇവിടെ പേര് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് A ഇവിടെ ഉണ്ട്. ആ ട്രയാങ്കിൾ ആണ് റൊട്ടേറ്റ് മാറിയത് അല്ലെ. അപ്പൊ നമുക്ക് അതിനകത്ത് ശ്രദ്ധിക്കണം നിങ്ങളെ, ഈ AB എങ്ങനെയാ വരുന്നത്? റൊട്ടേറ്റ് ചെയ്യുന്ന ആള് മാറി ഇങ്ങനെയാണ്, കണ്ടോ? ഇതാണ് റേഡിയസ്. ഇപ്പൊ എങ്ങനെയാ വന്നിരുന്നത് ശ്രദ്ധിച്ചോളാട്ടത്. അപ്പൊ എങ്ങനെ വരും അതിനകത്ത്? എങ്ങനെ നമുക്ക് ഹൈറ്റ് പറയാൻ പറ്റുന്നത്? നമ്മുടെ ഇതല്ലേ റേഡിയസ് വരുന്നേ. ഇത് ശ്രദ്ധിച്ചോ? അത് അതായത് കണ്ടോ, ഇത് നോക്കി, ഈ റൈറ്റ് സൈഡിൽ ഇങ്ങനെയായി മാറി, കണ്ടോ? അപ്പൊ ഈ ഇവിടെ നിന്നുള്ളതാണ് റേഡിയസ് അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ കണ്ടെത്താൻ പറ്റും? ഈ ഒരു ഭാഗം ഞാൻ ഫിഗർ പോലെ വരച്ചു, സഭാകൃതി പോലെ വരച്ചു. അപ്പൊ നമ്മൾ കഴിഞ്ഞ പഠിച്ചത് ഏരിയയുടെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ പഠിക്കാം മക്കളെ? അതായത് റേഡിയസ് പറഞ്ഞാൽ എന്താണ്? ഇതാണ് റേഡിയസ്. ഇതാണ് റേഡിയസ് അല്ലെ. നോക്കൂ, ഇതല്ല ഹൈപ്പോട്ടനസ്. ഇത് 4, ഇത് 3, ഇവിടെ നിന്നല്ലേ റേഡിയസ്. അതുപോലെ ഇതുപോലെ വരച്ചു. അപ്പൊ അതിൽ ഏരിയയുടെ ഇക്വേഷൻ നമുക്ക് ഇക്വേഷൻസ് ഹാഫ് BH ആണെന്ന് അറിയാം അല്ലെ. അപ്പൊ രണ്ട് തരത്തിൽ എടുത്തൂടെ? ഏരിയ ഈക്വൽ അല്ലെ, ഏരിയ ഈക്വൽ ടു ഹാഫ് BH ആണ് നമുക്കറിയാം. ഓക്കെ, അപ്പൊ ഏരിയക്ക് രണ്ട് തരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്ന്, ഈ BC ബേസ് ആയതുകൊണ്ട് ശ്രദ്ധിക്കുക, ഈ BC ബേസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ AB ആണ് ഹൈറ്റ് അല്ലെ. ദാറ്റ് ഈസ് ഞാനൊരു പേരുടെ M കൊടുക്കുകയാണെങ്കിൽ ഞാൻ പേരുടെ ഇക്വേഷൻ പറയാം. ഹാഫ് ഇൻറ്റു BC ഇൻറ്റു AB is equal to half into ഈ AC ഞാൻ ബേസ് എടുക്കുകയാണെങ്കിലോ, AC ബേസ് ശ്രദ്ധിക്കാട്ടോ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മളെ. ഈ AC എന്ന് പറഞ്ഞ ബേസ് എടുക്കുകയാണെങ്കിലോ, AC ബേസ് എടുക്കുകയാണെങ്കിൽ ആരാണ് ഹൈറ്റ്? ഈ BM ആണ് ഹൈറ്റ് അല്ലെ, പെർപെൻഡിക്കുലർ ആണ് വരുന്നത്. അപ്പൊ എന്ത് വരും? AC ഇൻറ്റു BM. അപ്പൊ എന്ത് വരും? ഹാഫ് ഇൻറ്റു BC എത്രയാണ്? BC 3 ആണ്, AB 4 ആണ്, is equal to ഹാഫ് ഇൻറ്റു AC 5 ആണ്, BM 6 ആണ്. ഇത് ഹാഫ് കട്ട് ചെയ്ത് പോയി. 12 is equal to 5 into R. So R is equal to 12/5. Okay. ഒന്നുകൂടെ ഞാൻ പറയാം, ഗ്രേസ് പറയാം, കുഴപ്പമില്ല, ശ്രദ്ധിച്ചോ. അതായത് ഈ ഡബിൾ കോൺ ഒന്ന് മനസ്സിലായോ? ഡബിൾ കോൺ ഒന്ന് മനസ്സിലായി ഗ്രേസ്? ഓക്കെ. ഇനി അപ്പൊ നോക്കൂ, ശ്രദ്ധിക്കുക. ഈ ഡബിൾ കോൺ എടുത്തുകൊണ്ട് ഇതാണ് നമ്മുടെ 5 അല്ലെ, കാരണം നമുക്ക് ഹൈറ്റിനെ അബൌട്ട് ആയിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇത് 4, ഇത് 3 ആണ് സൈഡുകൾ. അത് ക്ലിയർ അല്ലേ? അപ്പൊ റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പൊ ഈ ഒരു പോർഷൻ ആണ് എന്ത് വന്നിരുന്നത്? റേഡിയസ് ആയിട്ട് വരുന്നത്. ഓക്കെ, അത് ഞാനൊരു നമ്മുടെ നോർമൽ ഒരു ഫിഗറിലേക്ക് വരക്കുന്നത്. നമ്മുടെ സാധാരണ റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കുമ്പോഴത്തേക്കും 4, 3, 5 കൂടി ഉണ്ട്. അപ്പൊ ഇങ്ങനെയല്ലേ വരയ്ക്കുന്നത്? നോക്കൂ, ഈ ഒരു കോർണർ 90 ഡിഗ്രി എവിടെയാണുള്ളത്, അവിടെ നിന്ന് ഈ ഹൈപ്പോട്ടനസിലേക്ക് വരയ്ക്കുന്ന ലൈൻ അല്ലേ റേഡിയസ് അല്ലെ. അപ്പൊ ഈ 90 ഡിഗ്രിയിൽ നിന്നും ഹൈപ്പോട്ടനസ് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ആണ് റേഡിയസ്, R എന്ന് വരയ്ക്കും. ഇനി ഏരിയ എടുക്കാനുള്ള ഇക്വേഷൻ ഹാഫ് BH ആണ്. അപ്പൊ നമ്മൾ എന്താണോ ബേസ് എടുക്കുന്നത് അതിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലറിനെയാണ് എന്ന് പറയുന്നത് ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഹാഫ് ഇൻറ്റു BC ബേസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ AB ആണ് ഹൈറ്റ്. അപ്പൊ BC ഇൻറ്റു AB അങ്ങനെ എടുക്കാം. ഇനി എനിക്ക് വേണമെങ്കിൽ ആരാണ് AC എന്തായിട്ട് എടുക്കാം? ബേസ് ആയിട്ട് എടുക്കാം. AC ബേസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ അതിലേക്ക് വരുന്ന പെർപെൻഡിക്കുലർ ആരാണ്? BM ആണ്. അപ്പൊ BC AC ഇൻറ്റു BM. BC AB നമുക്ക് അറിയാം 3, 4 ആണെന്ന് അറിയാം അല്ലെ. AC 5 ആണെന്ന് അറിയാം, BM എന്താണ്? 6 ആണ്. അത് സോൾവ് ചെയ്താൽ 3 into 4/12 ഹാഫ് ഒറ്റ കളഞ്ഞു 5 into R. So R is equal to 12/5. ക്ലിയർ ആയോ അത്? ഓക്കെ. ഇനിയിപ്പോ നോക്കിക്കേ, റേഡിയസ് കിട്ടിയില്ലേ?
ഇനിയിപ്പോ എന്താ വേണ്ടത്? നമുക്ക് സർഫസ് ഏരിയ അല്ലേ ചോദിച്ചിരിക്കുന്നത് അല്ലേ? സോ കർവ്ഡ് സർഫസ് ഏരിയ സ്റ്റഡി ചെയ്താൽ പോരെ? ടോട്ടൽ സർഫസ് ഏരിയ ടോട്ടൽ സർഫസ് ഏരിയ എന്താണ്? കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് അപ്പർ കോൺ പ്ലസ് കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ലോവർ കോൺ. സോ പൈ റേഡിയസ് രണ്ടും സെയിം ആണ്. പൈ ആർ L1 പ്ലസ് പൈ ആർ L2 രണ്ടിനും സ്ലാൻഡ് ആയിട്ടാണ് ഡിഫറൻറ്റ്. സോ പൈ ആർ പുറത്തെടുത്തു കഴിഞ്ഞാൽ L1 പ്ലസ് L2 അത് ചെയ്തുകൂടെ നിങ്ങൾക്ക്? പൈ 22/7 ഇൻറ്റു 2.4 അതായത് 12/5 എടുക്കാൻ കുഴപ്പമില്ല. ലാസ്റ്റ് ചെയ്താൽ മതി. L1 പ്ലസ് L2 4 പ്ലസ് 3. സംഭവം മനസ്സിലായോ? വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നമ്മൾ സാധാരണ ഇങ്ങനത്തെ പ്രോബ്ലം കണ്ടിട്ടുണ്ടാവില്ല. 52.8. യെസ്, വെരി ഗുഡ്. 52.8. കഴിഞ്ഞോ? കഴിഞ്ഞ മക്കളേത്? എത്ര വന്നു? 52.8 വന്നോ മരിയ? ഓക്കെ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. ഇനി ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോ എല്ലാവരും അടുത്ത ക്ലാസ് അത് പഠിച്ചു വെക്കുക. ഇക്വേഷൻസ് ഒക്കെ പഠിച്ചു വെക്കുക. അറ്റൻഡൻസ് ഫോം ഇട്ടിട്ടുണ്ട്. വേറെ എന്തെങ്കിലും ഉണ്ടോ? അസസ്മെന്റ് ഉണ്ട് സാർ അടുത്ത ക്ലാസ്സിക്ക്. എന്തേ? സഹോദരിക്ക് വേണ്ടി എല്ലാം പഠിക്കണതല്ലേ, പിന്നെന്താ പ്രശ്നം? ഫുൾ പഠിക്കുമല്ലോ, പിന്നിപ്പോ എന്താ വേണേ പ്രശ്നമുള്ളത്? നമുക്ക് വേണമെങ്കിൽ ഫുൾ ചാപ്റ്റർ അസസ്മെന്റ് നടത്താം അടുത്ത ആഴ്ച. ആണെങ്കിൽ ഫുൾ പഠിച്ചിട്ടുണ്ടാവില്ലേ സഹോദരി? അതല്ലേ പറഞ്ഞത്. എന്താ പ്രശ്നം? സെറ്റ് ആയിക്കോളോട്ടാ. ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കും. ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഞാൻ കിട്ടില്ലെങ്കിൽ വിളിച്ചോളാം. ഞാൻ മെസ്സേജസ് കാണില്ല, അപ്പൊ അതൊരു പ്രശ്നമുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് നോക്കാം കേട്ടോ. അപ്പൊ ശരി, ഗുഡ് നൈറ്റ്. അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാണ്ട് മുന്നിൽ നടന്ന ആൾക്കാരൊക്കെ മറക്കണ്ടാട്ടാ. ഇന്ന് തന്നെ അയക്കുക കേട്ടോ മരിയ. ഇന്നോ നാളെയൊക്കെ ആയിട്ട് അയക്കാം. ഓക്കെ ഓക്കെ, ശരി ശരി. ഓക്കെ മക്കളെ, ബൈ ബൈ. എല്ലാവർക്കും സഹോദരി എക്സാമിന് ഓൾ ദി ബെസ്റ്റ് കേട്ടോ. നല്ല പോലെ എഴുതുക. സഹോദരിയുടെ കുട്ടികൾ നല്ല പോലെ എഴുതുക. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.